പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം. വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. അറിയപ്പെടുന്നത് ബ്രൻഹാമിസ്റ്റുകൾ എന്ന പേരിലാണ്. ബ്രൻഹാമിസ്റ്റുകൾ, വില്യം മാരിയൻ ബ്രൻഹാം. അവർ വിശ്വസിക്കുന്നു 7 ദൂതന്മാർ വെളിപ്പാട് പുസ്തകത്തിൽ. അതിലെ 7ാം ദൂതനാണ് ഈ ബ്രൻഹാം. 6ാമത്തെ ദൂതൻ നമ്മുടെ മാർട്ടിൻ ലൂതറാണ്. അപ്പം അതിൽ തന്നെ ഒരു ഫോഷ്കുണ്ട്. കാരണം മാർട്ടിൻ ലൂതർ തൃത്വക്കാരനാണ്, ഭയങ്കര തൃത്വക്കാരനാണ്. അപ്പോൾ തൃത്വത്തെ ഏറ്റവും അധികം എതിർക്കുന്ന ആളുകൾക്ക്, ബ്രൻഹാമിൻ്റെ ആളുകൾക്ക് മാർട്ടിൻ ലൂതർ എങ്ങനെ ദൂതനായെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഇടയ്ക്ക് ഒത്തിരി ദൂതന്മാരുണ്ട് ഇതുപോലെ മനുഷ്യർ. അവർ പാതി ട്രിനിറ്റേറിയന്മാർ ഈ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രശ്നം തിയററ്റിക്കലല്ല, ഇമ്പിരിക്കലാണ്. എന്താ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലായോ? തിയററ്റിക്കലല്ല വാദം, തിയററ്റിക്കലല്ല. അത് ഒരു സ്ട്രക്ചറിനകത്തല്ല, അനുഭവത്തിൽ നിന്നാണ് അവർ ഉപദേശം ഉണ്ടാക്കുന്നത്. അനുഭവം പ്രധാനമാണ്, പക്ഷേ സുപ്രധാനം വചനമല്ലേ. അപ്പോൾ തിയററ്റിക്കലായിരിക്കണം, ഒരാശയം തിയററ്റിക്കലായിരിക്കണം, എംപിരിക്കലാകല്ല. എപ്പോഴും രണ്ടും വേണം. ഇന്ന് നമ്മൾ എടുക്കുന്നത് പുതിയതായി സ്നാനപ്പെട്ട് വന്നവർക്കും പുതിയതായി സ്നാനപ്പെടാനിരിക്കുന്നുണ്ട് ചിലര്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്ത്യനാളിൽ മണവാട്ടിയെ, അതായത് മണവാളൻ വരുന്നതിന് മുമ്പ് ദൈവം വിത്ത് വിതച്ചത് സഭകളിലാണ്. എന്നാൽ കളകൾ കാണായിക വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവെ, കളകളെ പിഴുതു മാറ്റട്ടോ? യേശു അവിടെ മുൻതൂക്കം കൊടുത്തത് ഗോതമ്പിനാകുന്നു. വേണ്ട, കള പിഴുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോരും. അതുകൊണ്ട് കൊയ്ത്തോളം നിൽക്കട്ടെ. കൊയ്ത്തിന്റെ നാളിൽ യജമാനൻ വന്ന് ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കും. ആ വചനം എല്ലാവർക്കും അറിയാം. എന്നാൽ കളപ്പുരയിൽ ശേഖരിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുമെന്ന് ബൈബിളിൽ വചനമുണ്ടോ? അത് പേര് എന്തോ ആകട്ടെ, ദൈവം ഏതെങ്കിലും ഒരു മനുഷ്യനെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ യേശുക്രിസ്തു ശരീരധാരിയായി വരേണ്ടതുണ്ട്. അങ്ങനെ ഇനി വരുന്നില്ല. അപ്പോൾ കർത്താവ് ഒരുവനെ ഉപയോഗിക്കും എന്നതിന് ബൈബിളിലുള്ള ചില വചനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സഖരിയ 14:7 ഈ വചനം വായിച്ചിട്ട് നമുക്കിതിലേക്ക് കിടക്കാം. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, തിരുവചനം വായിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ഈ വചനം എഴുതപ്പെട്ട ചുരുളുകളായിരുന്നു. അത് കഴിഞ്ഞ് വേദഗ്രന്ഥമായി, ബൈബിളായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. 2000 വർഷം കൊണ്ടും ജനം ഇത് വായിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണ് ഈ സന്ധ്യാസമയത്ത്, അതായത് പ്രകാശമില്ലാതിരിക്കുന്ന, പകലുമല്ല രാത്രിയുമല്ലാത്ത ഒരു സമയത്ത് വെളിച്ചമാകും എന്ന് പറഞ്ഞിരിക്കുന്നു? എന്താണ് ഇത് എന്ന് ഈ ലോകത്ത് ഇന്ന് വരെ ഒരു സഭയും ഇത് അറിയുന്നില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അറിയുന്നു എന്ന് പറയുന്നവർ ശരിയായ വെളിപ്പാടില്ല അല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഗോതമ്പാണോ കളയാണോ കളപ്പുരയിൽ ശേഖരിക്കപ്പെടണമോ ഒന്നും അറിയാതെ അവർ ആയിരുന്ന സഭകളിൽ തന്നെ തുറന്നു പോകുന്നു. എന്നാൽ ഒരിക്കൽ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരിലൂടെ ഒരു സത്യസുവിശേഷം അറിയിച്ചിരുന്നു, ശരിയായ വചനം. അതിൽ നിന്ന് തെറ്റിപ്പോയ ജനത്തെ ആ വചനം നൽകിയവനായ യഹോവയായ ദൈവം തന്നെ ശരീരധാരിയായി മന്ദിരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ കർത്താവിന് കണ്ടുമുട്ടേണ്ടത് താൻ പഠിപ്പിച്ച ആ വിശ്വാസ പ്രകാരം നിൽക്കുന്ന ജനത്തെയാണ് കണ്ടുമുട്ടേണ്ടത്. അതിനവരെല്ലാം തെറ്റിലായിരുന്നത് കൊണ്ട് കർത്താവിന് മുമ്പേ യഹോവയ്ക്ക് വഴിയൊരുക്കുവാനായി ഏലിയാവിന്റെ ആത്മാവുമായി ഒരുവനെ അയക്കുമെന്നും അവൻ വന്ന അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് നിരപ്പിക്കുമെന്ന് പറഞ്ഞ പ്രകാരം യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ 1ാമത്തെ വരവിന് മുൻപായി വന്നിട്ട് ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ, 2ാമത്തെ കാര്യം, 2ാമത് കർത്താവ് വരുന്നതിന് മുമ്പായി 2000 വർഷം കൊണ്ട് ദൈവസഭയിലും ദൈവത്തിന്റെ ജനവും കളകളും ഒന്നുപോലെ ഇരിക്കുമ്പോൾ ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കേണ്ടതുണ്ടെന്ന ആവശ്യകത ആർക്കും അറിയില്ല. നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് 4 ലക്ഷത്തിലധികം ട്രാക്റ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നു. 15-20 പേരാണ് വിശ്വസിച്ചത്. സഖരിയ പ്രവചനം പറയുന്നു,
അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പോയി പറ, ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നവർ പിന്നത്തേതിൽ അറിയേണ്ടതിന് നീ പോയി പറ. അതുപോലെ കർത്താവ് നമ്മെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണമുള്ള കർത്താവെ, ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് അവിടുന്ന് വിളമ്പി തന്ന് പുതിയതായി ഗ്രഹിക്കാനിരിക്കുന്നവരെയും സ്നാനപ്പെട്ട് പലരും തിരിച്ചു പോയിരിക്കുന്നു, ചിലർക്ക് അത് മനസ്സിലായിട്ടില്ല. അവർക്കും കർത്താവെ, അങ്ങയുടെ ആടുകൾ അങ്ങയുടെ ശബ്ദം കേൾക്കുമെന്ന് പറയുന്നു. എവിടെ ഉണ്ടെങ്കിലും കർത്താവായ യേശുവേ, ഈ ശബ്ദം കേട്ട് അവർ ഒത്തുകൂടുവാൻ തക്കവണ്ണം അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ അവിടുന്ന് ചേർത്ത് കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തന്നെ ആമേൻ. ഇരിക്കാം എല്ലാവർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സഖറിയ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഇവിടെ പറയുന്നത് നമ്മൾ വായിച്ചു. എല്ലാ മനുഷ്യർക്കും ഇത് അറിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ വചനത്തിന്റെ തുടക്കം. പുരോഹിത വർഗം മുഴുവനും ബൈബിൾ കോളേജ് വഴിയായി പഠിച്ച് ഇന്ന് നമ്മുടെ മുമ്പിൽ 100 കണക്കിന് സഭകൾ, പക്ഷെ ഒന്നൊന്നിനോട് വ്യത്യസ്തമായി നിൽക്കുന്ന വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. എന്നാൽ ഇത് എന്താണെന്നും ഇതിനോട് അനുബന്ധിച്ച് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതെന്നും അറിയുന്നവൻ ഒരുവൻ മാത്രം, യഹോവ മാത്രം. അപ്പോൾ യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. ആ ദിവസം വരെ കർത്താവല്ലാതെ മറ്റൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. ഇനി ആ ദിവസം വന്നാലോ ആരറിയും? കർത്താവിന്റെ ജനം, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഇനി പലർക്കും ഇത് അയച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് അയച്ചു തരാം, അയച്ചു കൊടുക്കുക. ആരെങ്കിലും ദൈവത്തിന്റെ സന്തതി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പിടികിട്ടും, അവർ അന്വേഷിക്കും. അവർ ഇപ്പോൾ തന്നെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കുന്നു എങ്കിൽ അവർ കണ്ടെത്തുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടായിരിക്കണം. നിങ്ങൾക്കിത് ഗ്രഹിക്കണം. ഇവിടുന്ന് പാസ്റ്റർ പറയുന്നു, അത് കേൾക്കാനല്ല വന്നത്. ഇതിന്റെ ആത്മീയ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടുകയും ഇതിനോട് ചേർന്ന് പോകുന്ന ഇണവചനങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും വേണം. ഇത് നിങ്ങൾക്ക് ഗ്രഹിച്ചാൽ നിങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. ഇത് മറ്റുള്ളവർ പറയും, ഇത് പിതാവിന്റെ ഇഷ്ടമാണ്, യഹോവയുടെ ഇഷ്ടം ആണ്. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം കർത്താവ് രഹസ്യം ആർക്കാണ് അറിയിക്കുന്നത്? തൊട്ടാലെ പറയുന്നുണ്ട്, യഹോവയായ തന്റെ ദൈവം തന്റെ രഹസ്യം തന്റെ പ്രവാചകന്മാരായ ദാസന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുകയില്ല. അപ്പോൾ ഇതൊരു രഹസ്യമാണ്. ഈ രഹസ്യം പാസ്റ്ററെ അറിയിക്കുന്നല്ല. സഭയിൽ പാസ്റ്റർ ഉണ്ട്, പ്രീച്ചർ ഉണ്ട്, ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, അല്ലെ? പല 5 തരം ശുശ്രൂഷയില് ഒരു വ്യക്തിയെ അറിയിക്കുമെന്നാണ് പറഞ്ഞത്. പ്രവാചകന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ പാസ്റ്ററെ അറിയിക്കുമെന്ന് പറഞ്ഞു. ഈ 5 തരം ശുശ്രൂഷയുള്ളവരെയല്ല അറിയിക്കുന്നത്, പാസ്റ്ററിനെ അറിയിക്കുന്നത്. പ്രവാചകനെ. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വായ്. ആ വ്യക്തി ദൈവവുമായി ബന്ധപ്പെട്ടിട്ട് ദൈവം അദ്ദേഹത്തിലെ നാവിലൂടെ സംസാരിക്കുന്നത് അദ്ദേഹം സഭയ്ക്ക് നൽകും. സഭ ക്രിസ്തുവിന്റെ ശരീരം. അപ്പൊ തലയാകുന്ന കർത്താവിലിരിക്കുന്നത് പരിശുദ്ധാത്മാവോടുകൂടി ചേർന്ന ഒരു പ്രവാചകന് ദൈവം അറിയിച്ചു കൊടുക്കുകയും അത് പ്രവാചകൻ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് നമ്മൾ എത്ര തന്നെ സംസാരിച്ചാലും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്താലും ഇത് ഗ്രഹിക്കണമെന്ന് അത് മണവാട്ടി മാത്രമേ ഗ്രഹിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോ യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല രാത്രിയല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വാക്യം എന്നറിയണം. ഒന്ന്, നമുക്ക് മനസ്സിലായി, യഹോവ മാത്രമേ അറിയൂ. രണ്ടാമതോ, ഈ അറിയിക്കുന്ന സമയം എന്ന് പറയുന്നത് പകലും അല്ല രാത്രിയും അല്ലാത്ത ഒരു സമയം. അതെന്താണ്? സന്ധ്യാസമയത്തോ വെളിച്ചമാകും. സന്ധ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകപ്രകാരം കാണുന്ന സന്ധ്യയല്ല. വചനം ആത്മീകമായ കാര്യമായിട്ടാണ് ആക്ഷരികമായി എഴുതിയിരിക്കുന്നതിന്റെ ശരിയായ വെളിപ്പാട് തരുന്നതും യഹോവ തന്നെയാണ്. അതായത് പരിശുദ്ധാത്മാവ്. ഇന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ലോകത്തോട് പറഞ്ഞാൽ സമ്മതിക്കുമോ? പരിശുദ്ധാത്മാവാണ് യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ ഇന്ന് ഈ കാലത്ത് ദൈവവചനം പറഞ്ഞു തന്ന് വഴി നടത്തുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് കർത്താവ് തന്നെയാണത്, പരിശുദ്ധാത്മാവ്. പക്ഷെ യഹോവയാണ് അറിയുന്നത്, യഹോവ തന്നെയാണ് അറിയിക്കുന്നത്. ഓക്കെ. സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയതിനു ശേഷം ഇന്നിപ്പോൾ 2000 വർഷമായി. അവിടെ തുടങ്ങിയ സഭ എഫേസ്യർ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 4, 5, 6 വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. അപ്പോൾ ദൈവം ജനത്തെ വിളിച്ചാൽ
ഒരു പ്രത്യാശ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇത് തമാശയായി എടുക്കരുത്. ദൈവമാണ് വിളിച്ചതെന്നാണ് എല്ലാ പുരോഹിതന്മാരും എല്ലാ വിശ്വാസികളും പറയുന്നത്. ഞാനിത് എല്ലാ ചർച്ചകളും ഇട്ട് കൊടുക്കുക, നിങ്ങൾ അയച്ചു കൊടുക്കുക, ലിങ്ക് അയച്ചു കൊടുക്കുക. അവർക്കൊരു ഉത്ബോധം ഉണ്ടാവണം. ലക്ഷക്കണക്കിന് രൂപ സാലറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടായിരുന്നു, അതെല്ലാം വിട്ടു ഞാൻ കർത്താവ് എന്നെ വിളിച്ചു, കർത്താവാണ് എന്നെ നടത്തുന്നത്, കർത്താവാണ് എന്നോട് സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കർത്താവാണ് വിളിച്ചതെങ്കിൽ എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ, ഏതൊരു വ്യക്തി ദൈവം വിളിച്ചാലും അവനൊരൊറ്റ പ്രത്യാശ ഉണ്ടായിരിക്കുള്ളൂ. ആ പ്രത്യാശ എന്താണ്? കർത്താവായ യേശുക്രിസ്തു നാമത്തിലാണ് അവന്റെ പ്രത്യാശ. മത്തായി 12:20 യേശു തന്നെ പറയുകയാണ്, ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. ആരാണ്? ജാതികൾ. ഇനി യഹൂദന്മാർ എപ്പോഴാണ് ദൈവത്തിന്റെ ജനമാകുന്നത്? യഹൂദന്മാരെല്ലാം ദൈവജനമൊന്നുമല്ല, നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. യഹൂദന്മാരെല്ലാം ദൈവജനവും നമ്മളെല്ലാം ജാതികളും. നമ്മൾ ജാതികൾ തന്നെയാണ്. പക്ഷെ എപ്പോഴാണ് യഹൂദന്മാർ ദൈവത്തിന്റെ ജനമാകുന്നത്? ദൈവത്തിന്റെ കൽപ്പനകൾ ലഭിച്ച് വിശ്വസിച്ച് പ്രമാണിച്ച് അനുസരിക്കുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ ജനം. ബാക്കി എല്ലാം ദൈവത്തിന് അന്യരും പരദേശി തന്നെയാണ്. വിളിച്ചു വേർതിരിക്കപ്പെട്ടു, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇന്നും സഭകളിൽ ഇരിക്കുന്നു, നമ്മൾ ഇവിടെ ഇരിക്കുന്നു, നമ്മളെല്ലാം മണവാട്ടിയാണ്, നമ്മൾ ദൈവത്തിന്റെ ജനമാണെന്ന് പറയുന്നു. റോമർ 8:14 പറയുന്നു, ദൈവാത്മാവ് വഴി നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ആണ് എങ്കിൽ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. എന്തുകൊണ്ട്? ജാതികളിൽ നിന്ന് ദൈവം ഒരുവനെ വിളിച്ച് പകുതി വഴി കൊണ്ടിട്ടിട്ട് പോകുന്ന കർത്താവല്ല, വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ അവസാനത്തോളം വഴി നടത്തും. എങ്ങനെ? സകല സത്യത്തിലും വഴി നടത്തുന്നവനാണ്. അപ്പൊ ദൈവം വിളിച്ച സഭയാണ്, ദൈവം ചേർത്തതാണ് എന്ന് പറഞ്ഞിട്ടും കുറച്ചു ദൂരം കൊണ്ടുവന്നിട്ട് കുറച്ചു കാര്യം മാത്രം പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവിടെ തള്ളിയിടുകയും ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. എന്റെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, അവൻ സകല സത്യത്തിൽ വഴി നടത്തുന്ന ദൈവമാണ്. അപ്പോൾ നമ്മളായിരുന്ന സ്ഥലത്ത് ഈ സത്യം അറിയാതെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ ഇട്ടിരുന്ന ദൈവത്തിന്റെ വചനം എന്ന വെളിപ്പാട് നമ്മൾ അറിയാതെ നമ്മളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പല സഭകളിലും പോയത്, പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത്, പല പാസ്റ്റർമാരെയും കേൾക്കാൻ പോയി. നമ്മൾ തന്നെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ആചാരമായിട്ടല്ലായിരുന്നു. ആചാരമായിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഇന്നും ഇരിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ അന്വേഷിക്കുന്നു. എങ്ങനെ അന്വേഷിക്കുന്നു? അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്നാണ്, അല്ലേ? വായിച്ചിട്ടില്ല? ഇനി യേശുവിനെ കണ്ടെത്തണമെങ്കിലോ, ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. അപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മൂടുപടം വേണമെന്നുകൊണ്ട് വേണ്ടാന്നുണ്ട്. സ്ഥലം ഒരുക്കാൻ പോയിരിക്കുന്നു എന്ന് പറയുന്നു, സ്ഥലം ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 3 രാവും 3 പകലും എന്നും പറഞ്ഞിട്ടുണ്ട്, 3 നാൾ കഴിഞ്ഞിട്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ 3 രാവും 3 പകലും എന്ന് പറയുന്നതിൽ 6 നാൾ വരും, 6 നാൾ. എന്നാൽ യേശുവിൽ 48ഓളം സ്ഥലങ്ങളിൽ പറയുന്നത് 3 നാൾ കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന 3 നാളെ അവിടെ പറയുന്നുള്ളൂ. വേറെടുത്ത് 3 രാവ് 3 പകൽ, അപ്പൊ 6. അപ്പൊ തെറ്റിദ്ധരിക്കപ്പെടാം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും കാലത്തേക്ക്. അപ്പൊ ഇവിടെ നോക്കുക. അപ്പോൾ ജാതികൾ അവന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ. അടുത്ത മർമ്മപ്രധാനമായ കാര്യമാണ് ഭൂമിയിലെ സകല സഭകൾ തെറ്റിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മുകളിലുള്ളവനും, അതായത് എല്ലാവർക്കും മീതെ ഉള്ളവനും. ഞാൻ തന്നെ വായിക്കാം, എഫേസ്യ ലേഖനം 4:5, 4:6. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും ഇതാരാണ്? പരിശുദ്ധാത്മാവാണ്. എല്ലാവരിലും ഇരിക്കുന്നവനും അതും പരിശുദ്ധാത്മാവാണ്. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ലോകം സമ്മതിച്ചു പരിശുദ്ധാത്മാവാണ് സൃഷ്ടികർത്താവായ ദൈവം എന്ന് പറഞ്ഞാൽ ഇല്ല. എന്നാൽ എവരെയൊക്കെ ന്യായവിധിയിൽ പിടിക്കപ്പെടേണ്ടതിന് ദൈവം അവിടെയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നും അവര് പറയുന്നതല്ലാതെ വചനം പറയുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും മനം തിരിഞ്ഞ് വരാതെയും ഞാൻ അവരെ വിടിവിക്കാതെയും ഇരിക്കാൻ. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. കാരണം ബൈബിൾ പറയുന്നു ദൈവം മാത്രം പരിശുദ്ധൻ. ഈ സുവിശേഷം അറിയിക്കുന്നവർക്ക് ഞാൻ പറയാണ്, ദൈവം മാത്രം പരിശുദ്ധൻ എന്ന് ദൈവം പറഞ്ഞാൽ ദൈവം മാത്രം തന്നെയാണ് പരിശുദ്ധൻ. ആ ദൈവമോ ആത്മാവാണ്. ആ ഇപ്പൊ വായിച്ച എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും മുകളിൽ ഇരിക്കുന്നവനും തന്നെ ദൈവവും പിതാവും എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധ എന്ന ആ ദൈവം തന്നെയാണ് പരിശുദ്ധ ആത്മാവ്.
ദൈവം ആത്മാവാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് അവരുടെ നാവിലൂടെ പറഞ്ഞിട്ടും ദൈവം മാത്രം പരിശുദ്ധൻ എന്നത് അവരുടെ ബോധ മനസ്സിലല്ല. അവർ അധരം കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് അകലെയുമായിരിക്കുന്നു. നോക്കൂ, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് എത്ര വലിയ കൂട്ടമാണ്, എത്ര വലിയ സ്നേഹമാണ്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ നിന്ന് ഇന്ന് 2000 വർഷമായപ്പോൾ തെറ്റിയിരിക്കുകയാണ്. തെറ്റിയിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന് തെറ്റിയിരിക്കുക എങ്ങനെയാണ്? നമ്മുടെ ഈ സഭാകാലങ്ങൾ പഠിച്ചു വെള്ളക്കുതിരപ്പുറത്ത് ഇത് നോക്കുക. അതുകൊണ്ട് പറഞ്ഞത് സന്ധ്യാസമയത്തോ വെളിച്ചമാകും. എന്താണ് സന്ധ്യ എന്ന് ആദ്യം അറിയണം. സന്ധ്യ എന്താണെന്ന് അറിയാതെ, ഈ സന്ധ്യാസമയത്ത് ഉണ്ടാകുന്ന വെളിച്ചം എന്താണെന്ന് അറിയാതെ ബാക്കി താഴോട്ട് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കി പോവുക. ഒന്നാമത്തെ എഫെസോസ് സഭ തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഒന്നാമത്തെ കുതിരപ്പുറത്തുള്ളവൻ പുറപ്പെട്ടു വന്നു. സഭകൾക്ക് ഇത് അറിയില്ല, ഒരു സഭയും ഇത് പഠിപ്പിക്കുന്നില്ല. ആ കുതിരപ്പുറത്ത് പുറപ്പെട്ടു വന്നവൻ എവിടെ ഉണ്ടായിരുന്നു? ആ വായിക്കുമ്പോ അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. പക്ഷെ അവന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വില്ലുണ്ട്, അമ്പില്ല. വില്ലെന്താ? ഒരു പുറം ചട്ടയാ. നമ്മൾ മുദ്ര എടുത്തവന്മാരെ പറഞ്ഞ ഒരു പുറം ചട്ട, ചട്ടക്കൂടാണ്. അതായത് ഈ ചട്ടക്കൂട് എന്ന് പറയുന്നത് അവൻ ആരാണെന്ന് ജനം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വേഷധാരിയാണ്. വെള്ള കുതിരപ്പുറത്താണ് വരവ്. അവൻ എവിടെയാ വന്നത്? സഭയ്ക്കകത്ത്. അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായം എടുത്തു നോക്കി. 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു. 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏക നാമം കർത്താവായ യേശു ക്രിസ്തു. അതിനു മുമ്പേ പല കാര്യങ്ങളും നടന്നു അവിടെ. ഇതെല്ലാം നടന്നപ്പോഴത്തേക്ക് ഒരൊറ്റ നാമം അവിടെ ശക്തമായി പറയുകയാണ്. ആ നാമം പറഞ്ഞ ഉടനെ ഈ പുറംചട്ടയോട് കൂടിയവൻ എവിടെ ഇരുന്നു? പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന സമയത്ത് ആ സഭയ്ക്കകത്തുണ്ട്. അവനാണ് കള്ള ക്രിസ്തു. പുരോഹിതന്റെ വേഷമാണ് ഒരു ചട്ടക്കൂട്. ആ വേഷം മാറി വരുന്നവനാണ്. ഈ പുറം ചട്ടക്കൂടിനകത്തിരുന്നവൻ ആരാണ്? ഈ ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്നവൻ. കുതിര, മൃഗം, മനുഷ്യൻ. ഇതെന്താണ് നമ്മൾ മുദ്രയിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗം എന്ന് പറഞ്ഞാൽ ശക്തി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഈ ബുദ്ധിയിൽ പഠിപ്പിക്കുന്നവർക്കാണ് 666 നെറ്റിയിൽ കിട്ടുന്നത്. എതിർ ക്രിസ്തു പഠിപ്പിക്കുന്ന ഉപദേശപ്രകാരം പഠിച്ചിരിക്കുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെ ഉള്ളവർക്ക് 666 മുദ്ര കിട്ടിയിരിക്കുകയാണ്. അവരറിയുന്നില്ല. നമ്മൾ അവരുടെ ഇടയിലായിരുന്നു. കർത്താവ് നമ്മെ അവിടെ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒരുവൻ ബുദ്ധിയിൽ വന്ന് പറയുകയാണ്. ആ ബുദ്ധിയിൽ പറയുന്നവന്റെ വേഷം, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കേൾക്കില്ല. ജഡമനുഷ്യൻ ജഡത്തിൽ നോക്കുമ്പോൾ അവൻ പുറം ചട്ട, പുരോഹിത വർഗം. ആരാ? അപ്പോസ്തലൻ പറഞ്ഞ 4-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. മൂപ്പന്മാര്, പടനായകന്മാര്, സദൂക്യർ, അതായത് ശാസ്ത്രിമാരും ആ കാലത്തെ സഭയുടെ മഹാപുരോഹിതന്മാരെല്ലാം എഴുന്നേറ്റ് പറയുകയാണ്, യേശുക്രിസ്തു നാമം പറഞ്ഞപ്പോൾ ഇത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ യാതൊരു മനുഷ്യനോടും ഈ നാമം മിണ്ടരുത്, യേശു എന്ന നാമം അശേഷം മിണ്ടരുത്, ആരോടും ഉപദേശിക്കരുത്. അപ്പോൾ മുതൽ ഇരുള് തുടങ്ങി. അതാണ് ഒന്നാമത്തെ സഭാകാലം. ഒന്നാമത്തെ സഭാകാലത്തിൽ ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്നവൻ യേശുക്രിസ്തുവിന്റെ നാമം നിഷേധിച്ചപ്പോൾ അവിടെ ഇരുൾ തുടങ്ങി. പക്ഷെ ആർക്ക് മാത്രമേ അറിയാവൂ? കർത്താവിനും കർത്താവിന്റെ ജനത്തിനും മാത്രമേ അറിയാവൂ. നമ്മൾ കത്തോലിക്കയിലും പെന്തക്കോസ്തിലും മാർത്തോമയിലായിരുന്നു. നമുക്കറിയാമായിരുന്നു നമ്മൾ ഇരുളിലാണ് ഇരിക്കുന്നതെന്ന് അറിയാമായിരുന്നു? ഇല്ല. പക്ഷെ എങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ശരിയായത്. പക്ഷെ അവിടെ ആയിരുന്നപ്പോൾ നമുക്കും അറിയില്ല. ഉള്ളിലെ അകത്തെ മനുഷ്യൻ അറിയാമായിരുന്നു. ഈ അകത്തെ മനുഷ്യനാണ് ആത്മാവ്, അതാണ് ദൈവം. നോക്കൂ, ബദ്ധന്മാരെ വെടിവെച്ച് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ യാഹ് എന്ന ദൈവം വസിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവാണ് യാഹ് എന്ന ദൈവം. അപ്പൊ യഹോവ മാത്രം അറിയുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇരുള് തുടങ്ങിയ സമയം മുതൽ അകത്തെ മനുഷ്യൻ അറിയാം. ഇരുൾ തുടങ്ങി. പുറത്തുള്ള ഒരു സഭകൾക്ക് പറഞ്ഞുകൂടെ ഇന്ന് അവർ ഇരുളിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പൊ ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്നവൻ ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് ലംഘിച്ചപ്പോൾ തന്നെ ഇരുള് തുടങ്ങി അവിടെ. ഇത് ഇന്ന് 2000 വർഷമായി പെന്തക്കോസ്ത് എത്തി നിൽക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം പെന്തക്കോസ്താണ് അവസാനത്തെ സഭയെന്ന്. പെന്തക്കോസ്ത് 6-ാമത്തെ സഭയാവുള്ളൂ. 6 എന്താണ് സംഖ്യ? മനുഷ്യന്റെ സംഖ്യയാണ്. അപ്പോൾ എഫെസോസ് സഭ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്, അവിടെ ദൈവാത്മാവിന്റെ ഉപദേശം, അവിടെ മുതൽ
എതിർ ക്രിസ്തുവിന്റെ ഉപദേശം വന്നപ്പോൾ മനുഷ്യൻ അത് സെമിനാരികളും ബൈബിൾ കോളേജിലൂടെ ബുദ്ധിയിൽ പഠിപ്പിച്ചു തുടങ്ങി. അത് ഇന്ന് പെന്തക്കോസ്ത് വരെയും ആയിരിക്കുന്നു. 6 മനുഷ്യന്റെ സംഖ്യ ബുദ്ധിയിലാണ് പഠിപ്പിക്കുന്നത്. 666 നെറ്റിയിൽ മുദ്ര ചാർത്തപ്പെട്ടവരാണ് അവര്. അങ്ങനെ ഇന്ന് 2000 വർഷമായിരിക്കുമ്പോൾ ഇപ്പോ നമ്മൾ നേരത്തെ പഠിപ്പിച്ച ഉദാഹരണം എന്താ പറയാ, രാവിലെ എന്ന് പറയുന്നത് ഉൽപ്പത്തിയാണ്, സന്ധ്യാസമയം കാണിക്കാനാണ്. രാവിലെ എന്ന് പറയുന്നത് ഉൽപ്പത്തി, ദൈവത്തിന്റെ സൃഷ്ടി, സൂര്യൻ ഉദിച്ചു വന്നു. 4000 വർഷം കഴിഞ്ഞപ്പോൾ സൂര്യൻ ശക്തിയോടെ വന്നു, സൂര്യൻ കർത്താവായ യേശു ക്രിസ്തു. അത് കഴിഞ്ഞ ശേഷം ഇന്നിപ്പോ 2000 വർഷമായിരിക്കുന്നു, ഇപ്പോൾ സന്ധ്യാസമയം. ഞാൻ അതിന് ഒരു പിക്ചർ തുറന്ന് പഠിപ്പിക്കാണ്ടാണെങ്കിൽ ഇതിപ്പോ കാണിച്ചു തരാം. പിക്ചർ കാണാമല്ലോ, ടിവിയിൽ കാണാമല്ലോ. ഇതില് പൗലോസ്, ഈ ഒന്നാമത്തെ സെന്റ് പൗൾ, ഇതാണ് ഒന്നാമത്തെ എഫെസോസ് സഭ. ഉച്ച സമയമാണ്, കർത്താവ് വന്ന് പരിശുദ്ധാത്മാവ് വന്ന് നല്ല വെളിച്ചം, പ്രകാശം, വെളിച്ചമുള്ള സമയമാണ്. ഇവിടെ നിന്ന് ഇങ്ങറ്റത്ത് വില്യം മാരിയം ബ്രഹാം, പൗലോസ്, ഇറാനിയോസ്, മാർട്ടിൻ, കൊളംബ, ലൂഥർ, വെസ്ലി, ബ്രഹാം, ഇതിങ്ങനെ യാത്ര ചെയ്ത് ഉൽപ്പത്തി രാവിലെ, പരിശുദ്ധാത്മാവ് വരുന്നുണ്ട് അല്ലെങ്കിൽ യേശുക്രിസ്തു വരുന്നുണ്ട് ഉച്ച, അത് കഴിഞ്ഞ് 2000 വർഷമായപ്പോൾ ഇന്ന് വില്യം മാരിയം ബ്രഹാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നോക്കാൻ, താഴെ ഞാൻ തുറന്ന് പഠിപ്പിക്കാം, അടുത്തതിലെടുക്കാം. ഏറ്റവും പടിഞ്ഞാറ് വില്യം ബ്രഹാം എന്ന് കാണുന്നതിന് നേർക്ക് താഴെ അമേരിക്ക, അമേരിക്കയുടെ ഏറ്റവും പടിഞ്ഞാറാണ് ഇന്ത്യാന. ഈ ഇന്ത്യാനയിൽ നിന്നാണ് ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തത്. എന്നാൽ പൗലോസിനെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ്, ഈ സൗദി അറേബ്യയുടെ ഇവിടെയാണ് ഇസ്രായേൽ വരുന്നത്. ഈ യേശു ക്രിസ്തു വന്ന ആ ഭാഗം ഇസ്രായേൽ. ഇവിടെ നിന്ന് വീണ്ടും പടിഞ്ഞാറോട്ടാണ് ഓരോ ദൂതന്മാരെയും ഈ സഭാകാലങ്ങളിൽ നമ്മൾ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പൗലോസ് ഒന്നാമത്തെ സഭാകാലം, രണ്ടാമത്തെ സഭാകാലങ്ങളിൽ ഇറോനസ്, 3 മാർട്ടിൻ, അടുത്ത് കൊളംബ, ലൂഥർ, വെസ്ലി, ബ്രഹാം. ഈ ഓരോ വ്യക്തികളെയും വെറുതെ അവരൊക്കെ സ്വയം ഞാനൊരു ദൂതനാണ്, ദൂതനെന്ന് ഇവരല്ല ദൂതൻ, ദൈവം എന്നെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവര് സ്വയം എഴുതിച്ചതല്ല. അങ്ങനെ എഴുന്നേറ്റാൽ ഈ ചിത്രങ്ങളും ശരിയാകില്ല. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരോട് പറയുമ്പോൾ ഓരോ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നോക്കൂ, ഉച്ച സമയം അവിടെ നിന്ന് തുടങ്ങിയിട്ട് 7ാമത്തെ ഏഞ്ചലിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് ഭൂഗോളത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള അമേരിക്കയുടെ ഇന്ത്യാന എന്ന സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കുന്നത്. സൂര്യൻ ഇവിടെ എന്താണ്? വെളിച്ചം, പ്രകാശം. രാവിലെ ഉദിച്ചു, രാവിലെ ഉദിക്കുന്ന സൂര്യൻ തന്നെയാണ് വൈകുന്നേരം അസ്തമിക്കുന്നത്. ഒന്നും മനസ്സിലായില്ല നിങ്ങൾക്ക്? മെസ്സേജൊക്കെ വായിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടുമായിരുന്നു. ഇതൊക്കെ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നതാണ്. ഒരു സൂര്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ആ ഒരൊറ്റ സൂര്യനെ കൊണ്ട് ഭൂമിയിലെ സകല ജീവജാലങ്ങളും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതുപോലെ ഒരൊറ്റ കർത്താവിനാൽ തന്നെയാണ് ഭൂമിയിലെ സകല മനുഷ്യരും ജീവിക്കേണ്ടത്. അവൻ ആദിയിൽ യഹോവ എന്നറിയപ്പെട്ടെങ്കിൽ പിന്നീട് യേശുക്രിസ്തു അറിയപ്പെട്ടവൻ വേറൊരു വ്യക്തിയല്ല. ഏദൻ തോട്ടത്ത് പാപപരിഹാര മാർഗത്തിന് ഇറങ്ങി വന്ന അതേ യഹോവയായ കർത്താവ് തന്നെയാണ് മന്ദിരത്തിൽ ശരീരത്തിൽ വന്നത്, നമ്മുടെ പാപമോചനത്തിനായി വന്നത്. ആ യേശുക്രിസ്തു തന്നെയാണ് സന്ധ്യാസമയത്ത് വരെയും ഉള്ളത്. ഒരു ആത്മാവ്, അതാ കൂടെ പറഞ്ഞത്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും മുകളിലുള്ളവനും ദൈവവും പിതാവുമായവൻ ഒരുവൻ. മനുഷ്യർ ഇതിനെ 3 പഠിപ്പിക്കുന്നു. അപ്പൊ അതാ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ മെസ്സേജ് വായിച്ചവരാണെങ്കിൽ, മണവാട്ടി അങ്ങനെയാണ് കേട്ടോ, വിഷമൊന്നും വിചാരിക്കരുത്. ഓരോ കാര്യം പറയുമ്പോൾ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. ഒരു സൂര്യനെ കൊണ്ട് മുഴു ജീവജാലങ്ങളും ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ദൈവത്താൽ തന്നെയാണ് സകല മനുഷ്യനും ജീവൻ പ്രാപിച്ച് നിത്യതയിലേക്ക് പോകേണ്ടത്. ഇതിനിടയ്ക്ക് പരിശുദ്ധാത്മാവോ മറ്റൊരു കാര്യസ്ഥനെന്നും യേശുക്രിസ്തു പിതാവ് അയച്ചിട്ട് വന്നു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആടുകൾക്ക് അല്ലാതെ 3 തരം ജനമുണ്ട്. 3 തരം ജനത്തിന് വേണ്ടി ദൈവം സംസാരിക്കണം. പക്ഷെ എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. അപ്പോ ഇവിടെ ഈ ഇസ്രായേലിൽ തുടങ്ങി ഇങ്ങോട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യാന, അമേരിക്കയുടെ ഏറ്റവും അവസാന ഭാഗത്ത് നിന്നാണ് ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത്. ആ വ്യക്തി വരുമ്പോഴും അടയാളമുണ്ട്, ബൈബിളിൽ തന്നെയുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഞാൻ പിന്നീട് പഠിപ്പിക്കാം. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒന്നാമത്തെ എഫെസോസ് സഭയിൽ ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. മനുഷ്യനാരാ? പൗലോസ്. ആ കാലത്ത്, എല്ലാ കാലത്തിന്റെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന് മാറ്റമില്ല. എബ്രായ 13 എന്താ പറയുന്നത്? കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ രീതി ഒന്നാണെങ്കിൽ, അതാ പറഞ്ഞത്,
ഏദൻ തോട്ടത്തില് അവർ പാപം ചെയ്തപ്പോൾ പാപപരിഹാര മാർഗത്തിന് ഇറങ്ങി വന്നത് യഹോവയായ ദൈവമാണ്. അവിടെ ഒരു ജീവിയെ കൊന്നു ഒരു തോലെടുത്ത് അവരെ ഉടുപ്പിച്ചു, രക്തം ചിന്തിയത്. അങ്ങനെയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ദൈവം അവിടെ ഇരുന്നത് തന്റെ പുത്രനെയാണ് അയച്ചത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കത് പുത്രനല്ല. പുത്രനായി എന്താ? ദൈവാത്മാവിനാൽ വഴി നടത്തപ്പെട്ടപ്പോൾ ദൈവപുത്രനായി യഹോവ തന്നെ വരും. യെശയ്യാ പ്രവാചകൻ 25:9 പറയുന്നത് യഹോവ തന്നെ വന്ന് നിങ്ങളെ രക്ഷിക്കും. അവന്റെ ദൈവം തന്നെ വരുമെന്നുണ്ട്. അവന്റെ നാമം യഹോവ എന്ന് തന്നെ. അതുപോലെ ഒന്നാമത്തെ ഉൽപ്പത്തിയിൽ പാപപരിഹാര മാർഗം ഒരുക്കിയത് യഹോവയാണെങ്കിൽ ആ മനുഷ്യരുടെ മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടി വന്നിട്ട് ഈ ബലിമൃഗമായി യാഗമായതും അതേ യഹോവയായ ദൈവം തന്നെയാണ്, രണ്ടുപേരല്ല. അതാ ദൈവത്തിന്റെ രീതികൾക്ക് മാറ്റമില്ല. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ കണ്ടോളാം ബ്രദർ, ഇപ്പൊ നിങ്ങൾ വന്നു കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ രാവിലെ സന്ധ്യാസമയത്തോ വെളിച്ചമാകും എന്ന് പറഞ്ഞാൽ സന്ധ്യ വരുന്നതിന് മുമ്പ് ഉച്ചയുണ്ട്, ഉച്ചയ്ക്ക് മുമ്പ് രാവിലെയുണ്ട്. രാവിലെ എന്ന് പറയുന്നത് ഉൽപ്പത്തിയും, ഉച്ച എന്ന് പറഞ്ഞത് കർത്താവ് യേശുക്രിസ്തു വന്ന സമയവും അത് അവിടെ കാണിക്കുന്നത്. ആ യേശുക്രിസ്തു വന്നത് ഇസ്രായേലിലാണ്. അതിനുശേഷം ഇങ്ങനെ ഓരോ ഏഞ്ചലിനെയും കർത്താവ് വിളിച്ചിട്ട് ഏറ്റവും ആ ലോകത്തിന്റെ ഭൂപടത്തിന്റെ ഏറ്റവും പടിഞ്ഞാറാണ് അമേരിക്ക, അമേരിക്കയുടെയും ഏറ്റവും പടിഞ്ഞാറാണ് ഇന്ത്യാന. അവിടെ നിന്നാണ് കർത്താവ് ഈ വില്യം മരിയം ബ്രൻഹാം എന്ന വ്യക്തിയെ ദൈവം ഉപയോഗിച്ചത്. ആ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് അടയാളങ്ങളുണ്ട്, പ്രകൃതിയിൽ നടക്കുന്ന ബൈബിളിലുണ്ട്, അതൊക്കെ സംഭവിച്ചു. ഇപ്പൊ നമ്മൾ എടുത്തെന്താണ്? സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി മുതൽ കർത്താവ് നമുക്ക് വചനം നൽകിയിട്ട് ഈ മുഴുവൻ സഭകളും അത് തെറ്റായി പഠിപ്പിച്ച് ഈ ജനമെല്ലാം തങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ധ്യാസമയത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? മെസ്സേജിലുള്ളവരാണ്, വചനം വായിച്ചവരാണ് എങ്കിൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ കുതിരപ്പുറത്ത് വന്നവന്റെ നിറം വെള്ളയാണ്. അവനൊരു വില്ലുമായി വന്നു, ചട്ടക്കൂട്, അതായത് പുരോഹിതന്റെ വേഷം. അകത്തിരുന്ന് സംസാരിക്കുന്നത് എതിർ ക്രിസ്തുവാണ്. അവൻ എപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നോ അതിന് വിരുദ്ധമായി പറയും. നമ്മൾ അവിടെ ആയിരുന്നു, നമുക്ക് ഗ്രഹിച്ചിട്ടില്ല. അവിശ്വാസിയുടെ ഹൃദയത്തെ സാത്താൻ കുരുടാക്കിയിരിക്കുന്നു. നമ്മളും അവിടെ ആയിരുന്നു. അപ്പോൾ എതിർ ക്രിസ്തുവിനെ എങ്ങനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 4:12 സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷ നൽകിയ ഏകനാമം എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അന്നത്തെ മഹാപുരോഹിതന്മാർ ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണെങ്കിൽ അതിനവർ ആമേൻ പറയുമായിരുന്നു. അവർ ഉടൻ തന്നെ പറയുകയാണ്, ഇത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ യാതൊരു മനുഷ്യനോടും ഈ നാമം മിണ്ടരുത്, യേശു ക്രിസ്തു നാമം അശേഷം മിണ്ടരുത്, ആരോടും ഉപദേശിക്കരുത് എന്ന് ഒന്നാമത്തെ എഫെസോ സഭയില് പിശാചിനാൽ മഹാപുരോഹിതന്മാരിലൂടെ സംസാരിച്ചത് തന്നെയാണ് ഈ പെന്തക്കോസ്ത് വരെയുള്ളവർ ഇന്നും സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. ഇവരുടെ മക്കളുടെ വിവാഹം യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. ഇവരുടെ മരണമടക്ക ശുശ്രൂഷ പോലും യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യണമെന്ന റോമർ 6 പറയുന്നത്. യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ നിങ്ങൾ ആവാനോടുകൂടെ കുഴിച്ചിടപ്പെടണം. യേശു ക്രിസ്തു നാമത്തിൽ അടക്കം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ നിങ്ങൾ അന്വേഷിച്ചു? നമ്മൾ ഈ വെളിപ്പാടിലുള്ളവരല്ലാതെ യേശു നാമ സഭകളും ചെയ്യും. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ഒരു സഭകളും ചെയ്യുന്നില്ല. മണവാട്ടിയാണ് സ്വർഗത്ത് പോകാനിരിക്കുന്നത്. കർത്താവ് നമുക്ക് തന്ന നാമത്തെ നിഷേധിച്ചിരിക്കുകയാണ് അവര്. അങ്ങനെ ഏതാണ് ശരി ഏതാണ് തെറ്റ്? സന്ധ്യ എങ്ങാവുന്ന അങ്ങനെയാണ്. വെള്ള കുതിരപ്പുറത്ത് വന്നോ, അത് കഴിഞ്ഞപ്പോൾ ചുവപ്പ് കുതിരപ്പുറത്ത് വന്നോ. നമ്മളിപ്പോ 2ാം മുദ്ര പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെന്താ? മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഒരു വാൾ ലഭിച്ചു എന്നാ. എന്താ വാള്? ബൈബിൾ പറയുന്ന വാൾ ഏതാണ്? ദൈവവചനം. പിശാചിന്റെ വചനം കിട്ടുമോ? അവന്റെ ഒരു വാളുണ്ട്. എന്താണ്? ദുരുപദേശം എന്ന വാൾ. ആ ദുരുപദേശം കേൾക്കുമ്പോൾ മനുഷ്യൻ ജീവൻ പ്രാപിക്കാതെ മരിക്കും. 2ാമത്തെ മുദ്ര വായിച്ചു നോക്കാം. വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, 3-4 വാക്യം. അവന് ഒരു വാൾ കിട്ടി, മനുഷ്യർ അന്യോന്യം കൊല്ലേണ്ടതിന്. ദുരുപദേശം. ഇന്ന് വരെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിരിക്കുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ ഞങ്ങൾ ആത്മാവിൽ ജീവൻ പ്രാപിക്കാതിരിക്കുകയാണെന്ന്? ഇതൊന്നും ഞാൻ പഠിച്ചതല്ല. ഈ വില്യം മരിയം ബ്രൻഹാം എന്ന വ്യക്തി ഒരു യോഗ്യതയും ഇല്ലാത്ത, യോഗ്യത 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, ഒരു വിദ്യാഭ്യാസവും ഇല്ല, അറിവൊന്നും ഇല്ല, ദൈവം ഉപയോഗിച്ചു. പൗലോസിനെ, അതാ പറഞ്ഞു, പൗലോസിനെ 1-ാമത്തെ സഭയിലെ പൗലോസിനെ ദൈവം ഉപയോഗിക്കുമ്പോൾ അന്ന് യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ചും കൊന്നും അതിനുള്ള അധികാരപത്രവും വാങ്ങിച്ചു കൊണ്ട് പോകുന്ന ഒരുവനെ തന്നെ ദൈവം തെരഞ്ഞെടുത്തു. എന്താ കാര്യം? എന്തായിരിക്കും? ഒന്ന് പറയൂ. ആർക്കും അറിയില്ല. അവൻ അന്ന് വരെ അറിഞ്ഞതിൽ അവൻ തീക്ഷ്ണതയുള്ളവനായിരുന്നു.
ഗലാത്യർ എന്ന് പറയുന്നുണ്ട്, അവന്റെ യുവപ്രായത്തിൽ സമപ്രായത്തിൽ ആരും ഇത്രത്തോളം മുതിരുന്ന ഒരു വ്യക്തിയുമില്ല. കർത്താവിന് മനസ്സിലായി, അവൻ അറിഞ്ഞിടത്തോളം അവൻ തന്റെ പ്രാണൻ നൽകാൻ പോലും അവൻ തന്റെ ഉള്ളവനായിരുന്നു. അങ്ങനെയുള്ളവനാണ് കർത്താവിന് ആവശ്യം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ട്രാക്ക് കൊടുക്കരുത്, ഓടിക്കൊന്നു പറയുമ്പോൾ ഓടി പേടിച്ചു പോകുന്നവരല്ല കർത്താവിന് ആവശ്യം. അതാ പറഞ്ഞ, ഒരു ചെകിടത്ത് അടിക്കുമ്പോൾ മറു ചെകിട് കാണിച്ചു കൊടുക്കാനല്ല. ഒരു സുവിശേഷം പറഞ്ഞ് പോകുമ്പോൾ ഒരു ചെവിടത്താൽ അല്ലെങ്കിൽ ശരീരത്തിൽ അടിച്ചാൽ അതുകൊണ്ട് ഓടിപ്പോകുന്നവനല്ല, അവിടെ ഒന്നുകൊണ്ട് സഹോദര ഞാൻ ചെയ്യുന്നത് എന്താണ് നീ ഒന്ന് മനസ്സിലാക്ക് എന്ന് അവനെ സ്നേഹത്തിൽ പഠിപ്പിക്കുമ്പോൾ അവൻ വീണ്ടും ഉപദ്രവിക്കും. ഒരു ചെകിടത്തായിരിക്കും മറു ചെവിട് കാണിച്ചാൽ നീ എന്നെ അടിച്ചല്ല, ഇവിടെ അടിച്ചിട്ട് പോ എന്നതല്ല, ആക്ഷരികമായി ചെയ്യാനല്ല യേശു ഇവിടെ വന്നത്. സുവിശേഷം നിമിത്തം എങ്ങനെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, ഒരടി കിട്ടുമ്പോൾ പോകാനല്ല. ഇത് മുഴുവനും ഇതിനകത്തുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ തന്റെ ക്രൂശ് എടുത്താണ് എന്റെ പിന്നാലെ വരാൻ. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്, അവർ കൊള്ളാവുന്നവരല്ല. അപ്പൊ ഒന്നാമത്തെ സഭാകാലത്തിലെ എതിർ ക്രിസ്തു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ചുവപ്പ് കുതിരപ്പുറത്ത് വന്നു, അവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ. അത് കഴിഞ്ഞിട്ട് കറുത്ത കുതിരപ്പുറത്ത് വന്നു, അവന് മരണമെന്നു പേർ. അവിടെയാണ് ഒരിടങ്ങഴി യവോ ഒക്കെ പറയുന്നത്. അതായത് ഈ യവോ എന്നല്ല, ഞാനൊക്കെ പെന്തക്കോസ്തിന്റെ സമയത്ത് പഠിപ്പിച്ചിരുന്നത് മഹോദര കാലത്ത് ആഹാരം കിട്ടാതെ മനുഷ്യൻ അലയും. അപ്പോൾ റേഷൻ കട വഴി കൊടുക്കുന്ന അല്പമായിട്ടുള്ള ആഹാര സാധനങ്ങളെ കിട്ടുള്ളൂ എന്നാ വലിയ പണ്ഡിതന്മാരാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ അതെല്ലാം എഴുതി തയ്യാറാക്കി പുസ്തകം 43,000 രൂപ, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാ 43,000 രൂപ കൊടുത്ത് പുസ്തകം പ്രിന്റ് ചെയ്ത് ഞാൻ ദേശത്തും എന്റെ കൂടെ നേഴ്സറി മുതൽ പഠിച്ചവർക്കെല്ലാം കൊടുത്തു. ആരൊന്നും പൈസ വാങ്ങിച്ചിട്ടില്ല, എല്ലാം സൗജന്യമായിട്ടാണ് കൊടുത്തത്. കാര്യം ഇതുപോലെ അറിഞ്ഞ സത്യം മറ്റുള്ളവർ അറിയിക്കണം എന്ന് കരുതിയിട്ട് എന്റെ കൂടെ നേഴ്സറി മുതൽ പഠിച്ച ഹിന്ദുക്കൾക്കും കൊടുത്ത്, മുസ്ലിംസ് ഉണ്ട് അവർക്കും കൊടുത്ത്, ക്രിസ്ത്യാനികൾക്കും കൊടുത്ത്, പള്ളിക്കാരൻ നോക്കി എല്ലാവർക്കും കൊടുത്തു. അന്ന് പഠിപ്പിച്ച അങ്ങനെ അരയടങ്ങഴി യവം എന്നൊക്കെ. എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത്. അന്ന് അവർക്ക് പാചകം ചെയ്ത് കഴിക്കാനുള്ള എണ്ണ കേട് വരുത്തരുത്. അതിന്റെ വെളിപ്പാട് ഈ എളിയ മനുഷ്യരുടെ ദൈവം പറഞ്ഞു. എണ്ണ പരിശുദ്ധാത്മാവ്, അതായത് ഒന്നാമത്തെ ഗണത്തിലുള്ളവൻ പോയി, മണവാട്ടി പോയിട്ട് ഈ സഭയാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ട ഈ കൂട്ടം മാത്രം. അത് ശക്തമായി പറയണം. ഇവിടെ ഇരുന്നിട്ട് ഇത് വിളിച്ചു പറയാൻ അവിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് ഇത്രയും ശക്തമായി പഠിപ്പിച്ചതെന്ന് നമ്മൾ വില കൽപ്പിക്കുന്നില്ലെന്ന. അപ്പൊ ഇതിനിടയിൽ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവരുണ്ട്. അവരാണ് മഹോദര കാലത്ത് പെട്ടുപോകുന്നത്. അവനെ തൊട്ടുപോകരുന്ന എണ്ണയ്ക്കും വീഞ്ഞ്, അതായത് അവിടെ അഭിഷേകം എന്നേ വരുന്നുള്ളൂ. കാര്യം എണ്ണ പരിശുദ്ധാത്മാവാണ്. ഈ സഭയിൽ പരിശുദ്ധാത്മാവുള്ളവൻ ഒന്നാമത്തെ ഗണത്തിൽ പോയ ശേഷമാണ് മഹോദര കാലം വരുന്നത്. അവനെ തൊട്ടുപോകരുന്ന എണ്ണയ്ക്കും വീഞ്ഞിനും. എന്താ വീഞ്ഞ്? വീര്യമെന്ന് നമ്മൾ പഠിച്ചു, കുഴപ്പമില്ല. അടുത്ത് പഠിച്ചത് എന്താണെന്ന് അറിയാമോ? സഭയെ കർത്താവ് കാലാകാലം ഒന്ന് ഉറക്കം പറ, ഒരാളെങ്കിലും. വെളിപ്പാടാണ്. വീര്യം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വീര്യമുണ്ട്, പക്ഷെ ഇറങ്ങി പുറപ്പെടില്ല. ഇറങ്ങി പുറപ്പെടണമെങ്കിൽ അവന് വെളിപ്പാടുണ്ടായിരിക്കണം, ഫലം ഉണ്ടായിരിക്കണം. വിഷമൊന്നും വിചാരിക്കരുത്. ഫലം ശേഖരിക്കാൻ വരുമ്പോൾ നമ്മൾ പഠിച്ചതും നമുക്ക് ഗ്രഹിച്ചതുമായ ആ വചനത്തിൽ നിലനിൽക്കുന്നുവോ? ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് ഇരുവായ്ത്തലയുള്ളതാ. സാത്താന് കിട്ടിയ വാളിന് 2 വായ്ത്തലയുള്ളെന്ന് പറഞ്ഞില്ല. അവന്റെ കയ്യിൽ വാളുണ്ട് മനുഷ്യരെ അന്യോന്യം കൊല്ലുവാൻ. പക്ഷെ ദൈവത്തിന്റെ വചനമോ ഇരുവായ്ത്തലയുള്ള വാള്. ഇത് പറഞ്ഞിട്ടും പഠിച്ചിട്ടും ഞാൻ തന്നെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ആദ്യം എനിക്ക് തന്നെ അത് ന്യായവിധിയിൽ വരും. അപ്പോ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ വെളിപ്പാട്. വീര്യമുള്ളവനെ ദൈവം വെളിപ്പാട് നൽകുള്ളൂ. വെളിപ്പാട് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാകുന്നതല്ല, അവൻ സീൻ പോലെ അവൻ കാണുന്നതാ. അതാ കെരീത് എപ്പോഴും പറയുന്നതാ. കെരീത് തോട്ടിൽ വെള്ളം വറ്റിയപ്പോഴത്തേക്ക് ആഹാരം കൊണ്ടുവരാൻ ആരുമില്ലല്ലോ എന്ന് ചോദിച്ചു നിലവിളിക്കുന്നവനല്ല. ഇവിടെ നമുക്ക് കടമാണ്, ഭാരമാണ്, രോഗമാണ്, എനിക്ക് വ്യാകുലമാണ്, ഇല്ലെങ്കിൽ നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ നിലവിളിക്കുന്നവർ ഒരുപക്ഷെ വീര്യമുണ്ടായിരിക്കാം, വിശ്വാസം ഉണ്ടായിരിക്കാം, വെളിപ്പാടുള്ളവരല്ല. വെളിപ്പാട് എന്ന് പറയുന്ന ഈ ലോക ജീവിതമെല്ലാം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം കർത്താവ് പരിഹരിച്ച് തന്ന ശേഷം ഞാൻ നിത്യതയിൽ കർത്താവിനോടുകൂടി ഇരിക്കുന്ന കാഴ്ച കണ്ടവനാണ് വെളിപ്പാടുള്ളവൻ. അവൻ ഇവിടുത്തെ പ്രശ്നം കണ്ടിട്ടോ ട്രാക്ട് കൊടുക്കരുത്, മേലാലൂടെ വരരുത്, കൊന്നുകളെന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്നവനൊന്നും ആയിരിക്കില്ല. ഞാൻ പറഞ്ഞ സുവിശേഷം നിമിത്തം. അല്ലെങ്കിൽ നമ്മളിപ്പോ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ മാത്രമായി ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പുറത്താകും. നമ്മളെല്ലാം അങ്ങനെയാണ്, അല്ലെങ്കിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് യേശുവിനെ വിളിച്ചവരും യേശുവിന്റെ കൂടെ കൂടിയവരും എല്ലാം അവർ പുറത്താക്കിയോണ്ട് യേശു പറഞ്ഞത്, പച്ചമരമായ എന്നോട് ഇങ്ങനെയെങ്കിൽ ഉണക്കമരമായ നിങ്ങളോട് എത്ര അധികം. നിങ്ങൾ ലോകത്തിലായിരുന്നു, ഞാൻ പുതിയതായിട്ട് എൻ്റെ വന്നിട്ടാണ് അത് പറയുന്നത്, ഞാൻ ഈ വിഷയത്തിൽ വരാം. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കും. ലോകം ആരാ? സഭ. ഈ സഭകളാ. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭയാണ് ലോകം. ഈ ലോകത്തിലേക്കാണ് ദൈവം വിത്ത് വിതച്ചത്.
ഇവിടെയാണ് സാത്താൻ കള വിതച്ചത്. ഈ കളകളുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തു വരുന്നതിന് മുമ്പായിട്ട് ഗോതമ്പിനെ കളപ്പരി ശേഖരിക്കും. ഇതിൽ ഇങ്ങോട്ട് വിളിച്ചു പറയേണ്ടതാ. അപ്പോൾ ഈ ലഭിച്ച വീര്യം നമ്മൾ ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ട് ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കണം. ആ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പോ സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ 2000 വർഷത്തിൽ പരിശുദ്ധാത്മാവിനാൽ നൽകിയ വചനം, ഓരോ കുതിരപ്പുറത്ത് വന്നവൻ ദുരുപദേശം പഠിപ്പിച്ച് ഓരോ സഭകൾ തുടങ്ങി, വിശ്വാസം, പലതരം വിശ്വാസങ്ങൾ. ഇപ്പം നമ്മൾ വായിച്ച എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ എന്താ? ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ, ഒരു ദൈവം, ഒരു കർത്താവേ ഉള്ളൂ. യേശു എന്ന കർത്താവ് വേറെ, യഹോവ എന്ന കർത്താവ് വേറെ എന്ന് പറയും. എന്നാൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്ന് പറയുന്നുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാൻ. കേട്ടിട്ടില്ലേ? അതെന്താ? പരിശുദ്ധാത്മാവിൽ മരിക്കുന്നവർ. അവിടെ പറയുന്നു, കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. പരിശുദ്ധാത്മാവിനെയും കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെയും കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യഹോവയ ദൈവത്തെയും കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4:5 പറയുന്നു, കർത്താവോ ഒരുവൻ. ഈ ജാതീയ സഭകൾക്കെല്ലാം മറന്നിരിക്കുകയല്ലേ? ദൈവകൃപയാൽ വെളിപ്പെട്ട് കിട്ടിയ നമ്മളത് അവരോട് പറയുമ്പോൾ അവർ നമ്മളെ പിശാചെന്നാ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ ഓരോ സമയത്തും കുതിരപ്പുറത്തുള്ളവൻ പുറപ്പെട്ടു വന്ന് മഹാപുരോഹിതന്മാരുടെ വേഷത്തിലിരുന്ന് ബൈബിൾ കോളേജ് വഴിയായിട്ട് പുരോഹിതന്മാരുടെ വേഷത്തിൽ പാസ്റ്റർമാരായിട്ടും എല്ലാം ഇവാഞ്ചലിസ്റ്റായിട്ടും ഈ ജനത്തെ മുഴുവൻ വഴി നടത്തിയിട്ട് ഇന്ന് ഒരു വിശ്വാസം, ഒരു സ്നാനം എന്ന് പറഞ്ഞ ഒരു വിശ്വാസമല്ല ലോകത്ത് കാണുന്നു. പലതരം വിശ്വാസങ്ങള്, പ്രത്യാശകള് എല്ലാം ആയിട്ടിരിക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാതെ, ഇത് ശ്രദ്ധിക്കുക, വെള്ള, ചുമപ്പ്, കറുപ്പ്, ഈ 3 നിറവും നമ്മളൊക്കെ എപ്പോഴും കിട്ടുമല്ലോ. കറുപ്പ് പെയിന്റ് കിട്ടും, ചുമപ്പ് പെയിന്റ് കിട്ടും, വെള്ള പെയിന്റ് കിട്ടും. ഇത് ഒരേ അളവിൽ എടുക്കുക. ഏതെങ്കിലും ഒരു കളറ് മഷിയോ ആയിട്ട് ഒരേ കളറിൽ എടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് കലക്കി നോക്കുക. ഏത് കളർ എന്നാലും കണ്ടത് പേര് വരെ പിടിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു നിറമാണ്. അതിനിവിടെ പേർ എന്നാണ് പറയുന്നത്. ഏത് നിറമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ, അതാണ് ഇപ്പൊ സന്ധ്യയാകുമ്പോഴാണ്. ഇപ്പൊ എത്ര മണിയായി? 5 മണിയായി. 6 മണി ആവുമ്പോഴാണ് സന്ധ്യ എന്ന് പറയുന്നത്. പകലുമല്ല രാത്രിയുമല്ല. അപ്പോൾ മനുഷ്യന്റെ സംഖ്യ തീർന്നു കേട്ടോ. പെട്ടെന്ന് കർത്താവ് പറഞ്ഞല്ലോ, 6 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ്. 6 എന്നത് മനുഷ്യന്റെ സംഖ്യയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ 6 വർഷം കഴിഞ്ഞ അടുത്ത കർത്തൃ ദിവസത്തിൽ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനത്തിൽ നിന്ന് ഒരു വെട്ട് അവനെ തന്നെ മരിപ്പിച്ച് യേശുക്രിസ്തു എന്ന നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ നടത്തുന്നത് മനുഷ്യന്റെ ബുദ്ധിയല്ല, ദൈവത്തിന്റെ ജ്ഞാനമാണ്. അപ്പോൾ മുതൽ അവൻ കർത്തൃ ദിവസത്തിലായി. ഈ സഭയിൽ അങ്ങനെ ആരെങ്കിലും കർത്തൃ ദിവസത്തിലായെങ്കിൽ, ഞാൻ രണ്ടും പഠിപ്പിച്ചു പോകാൻ വിഷമൊന്നും വിചാരിക്കരുത്, ഈ സഭയിലും കർത്തൃ ദിവസത്തിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവനിലൂടെ ദൈവത്തിന്റെ ജീവിതം കാണാം. ക്രിസ്തേശുവിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം കാണാൻ പറ്റും. ട്രാക്ക് കൊണ്ടുപോകുന്നു ഞാൻ പറയുന്നില്ല, എല്ലാം ഉണ്ടാവും. ജീവിതം, അതാണ് ഫലം. ഈ ഫലം ശേഖരിക്കാനാണ് യേശുക്രിസ്തു വരുന്നത്. നാം എന്ത് കാരണം പറഞ്ഞ് ന്യായീകരണം പറഞ്ഞിരുന്നാലും കർത്താവ് സകല മനുഷ്യനും ഭോഷ്ക് പറയുന്നു, ദൈവം മാത്രം സത്യവാൻ. അങ്ങനെയുള്ളവർ 1-2 ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് അവിടെ നിന്ന്. അത് വിഷമൊന്നും വിചാരിക്കരുത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയിക്കൊള്ളണം. സമയം ലോകത്തിന്റെ ക്ലോക്ക് നോക്കി അറിയാല്ല, എല്ലാ കാര്യങ്ങളും പൂർത്തിയാവുന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ 4 കളറിൽ പുറപ്പെട്ട് വന്നവൻ ബൈബിൾ കോളേജ് വഴിയായി, ഇന്നത്തെ ബൈബിൾ കോളേജ് വഴിയായി ഈ സഭകളെ മുഴുവൻ തെറ്റിച്ചിട്ട് ഇപ്പോൾ സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ സെക്കരിയ 14:7 നമ്മളോട് വായിച്ച വചനം നിങ്ങൾ കേട്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് സെക്കരിയ 14:7 അവിടെ പറയുന്നത്, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ആ വചനം നമ്മൾ എടുത്തത്, യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. ഇന്നത്തെ ഈ സഭകളിൽ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇതിനെ കുറിച്ച്? ഇങ്ങനെ ഒരു സന്ധ്യാസമയമാണെന്നും ഈ സമയത്ത് ഒരു വെളിച്ചം ഉണ്ടാകുമെന്നും ആർക്കും അറിയില്ല. അത് ദൈവം ഒരു വ്യക്തിയിലൂടെ പഠിപ്പിച്ചത്, നമ്മളെ ദൈവം ഗ്രഹിപ്പിച്ചത് കൊണ്ടും നമ്മൾ ഇത് ജനത്തോട് പറയുകയാണ്, വിശ്വസിക്കുന്നത് കൊണ്ടും. അങ്ങനെ യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല രാത്രിയുമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സഭകളെ കുറിച്ചാണ് പറയുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാത്ത തരത്തിൽ ഈ സഭകളായിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് സന്ധ്യാസമയം, ഇപ്പോൾ സന്ധ്യാസമയം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പടിഞ്ഞാറായിട്ടുണ്ട്. ലോകത്തിന്റെ 6000 വർഷം കഴിഞ്ഞു. ഇപ്പോൾ സന്ധ്യാസമയമാണ്. ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞത് ഏതാണ് ശരി തെറ്റെന്ന് അറിയാത്ത നിറത്തിൽ, അതായത് മനസ്സിലാവുന്നുണ്ടോ?
ഇപ്പൊ നമ്മൾ കത്തോലിക്കൽ പോണോ, പെന്തക്കോസ്റ്റ് പോണോ, ലൂതറിൽ പോണോ, സെവൻത് ഡേ പോണോ, യഹോവ പോണോ, യേശുനാമ സഭയിൽ പോണോ, ഏതാണ് ശരിയെന്ന് നമ്മൾ അലഞ്ഞു നടന്നു അല്ലേ? ഞാനൊക്കെ പല സഭയിൽ ഏകദേശം എല്ലാ സഭകളിലും പോയി ഏതാണെന്ന് അറിയാതെ ഓടി നടന്നപ്പോൾ സന്ധ്യാസമയത്തോ വെളിച്ചമായി ഒരു സമയത്ത് ദൈവത്തിന്റെ ശരിയായ വെളിപ്പാട് കർത്താവ് തന്നെ നമ്മെ തേടി വന്നതാണ്. നമ്മളിപ്പോ ഒരു മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇസ്രായേലും സഭയും എന്നൊരു മെസ്സേജ് നമ്മൾ ചർച്ചയിലെടുക്കാം. അതിനകത്ത് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ പിന്നാലെ പോയിട്ടുമില്ല, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തിട്ടുമില്ല. ദൈവത്തെ കണ്ടെത്തിയെങ്കിൽ ആ ജീവിതം ഉണ്ടാവും. ദൈവമാണ് നമ്മെ അന്വേഷിച്ച് വന്നത്, കർത്താവാണ് നമ്മെ തെരഞ്ഞെടുത്തത്. നിർത്തിയിരിക്കുന്നതും കർത്താവ്, ഗ്രഹിപ്പിക്കുന്നതും കർത്താവ്, ജീവിപ്പിക്കുന്നതും കർത്താവ്, സകലതും കർത്താവ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ സന്ധ്യാസമയത്ത് അപ്പൊ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്ന ബൈബിൾ കോളേജിന്റെ പ്രോഡക്റ്റുകൾ ഇവരെല്ലാ സഭകളിൽ ഇരിക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ ചില വചനം ദൈവം നമുക്ക് കാണിച്ചു തന്നു. ആ ചെറു വെളിച്ചം എന്ന് പറയുന്നതാണ് സ്റ്റാർ, നക്ഷത്രം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ വലത് കയ്യിൽ 7 നക്ഷത്രങ്ങളുണ്ട്. 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാകുന്നു. ഒരിക്കലും വില്യം മാരിയം ബ്രഹാം ദൂതനല്ല. അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. ദൈവകൃപയാൽ മനസ്സിലാക്കുക, മനുഷ്യർക്ക് ഒരിക്കലും ദൂതനാവാൻ പറ്റില്ല. സഭാകാലങ്ങളിൽ ഞാനിപ്പോ എടുക്കാം, പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ഒരിക്കലും ദൂതനും ആവില്ല, ദൂതൻ ഒരിക്കലും മനുഷ്യനും ആവില്ല. യേശു പോലും ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയാണ് വന്നത്. ദൂതന്മാരെ പോലെ വന്നെങ്കിൽ യേശുവിന് പാപം വഹിക്കാൻ കഴിയില്ല, പാപസംബന്ധമായി മരിക്കാനും കഴിയില്ല. അപ്പം ദൂതന്മാരെക്കാൾ താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇപ്പം പാപത്തിൽ വീണുപോയ മനുഷ്യന്റെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കും. പിശാചിന്റെ കാൽ കീഴില്ല ജനം മുഴുവൻ. നമ്മളെ കർത്താവ് അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോ ഈ ചെറു നക്ഷത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലെ ഒരു ഏഞ്ചലാണ്. ദൈവം ഈ സന്ധ്യാസമയമായിരിക്കുന്ന ഈ സമയത്ത് തന്റെ ജനത്തോട് അറിയിക്കേണ്ട കാര്യം ദൈവം അത് ഏഞ്ചലിനെ അറിയിക്കും. ആ ഏഞ്ചൽ വന്നിട്ട് ഭൂമിയിൽ ദൈവം അതിലേക്ക് ആ ഏഞ്ചലിന് വന്ന് വസിച്ച് ആ ഏഞ്ചലിന് മനുഷ്യരോട് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു ബോഡിയെ ദൈവം തെരഞ്ഞെടുക്കും. ആ ബോഡിയുടെ പ്രത്യേകത സൃഷ്ടിപ്പ് മുതലേ പ്രത്യേകത തന്നെയാണ്. അത് എന്റെ ജീവിത കഥ എന്നുള്ള മെസ്സേജ് ഉണ്ട്. ദൈവത്തിന്റെ കൈകളിലെ ഒരു മനുഷ്യൻ എന്നൊക്കെ മെസ്സേജ് പുസ്തകം നമുക്കുണ്ട്. അതിൽ വായിച്ചു നോക്കുക. അതിനകത്ത് പറയുന്നുണ്ട് ജനനം മുതലേ പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു വേർതിരിച്ച ഒരു മനുഷ്യന് അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിലായിരുന്നപ്പോ കുട്ടികളെല്ലാം കളിയാക്കുവായിരുന്നു, നീ പെണ്ണാളനാണ്, ഞങ്ങളൊക്കെ സിഗരറ്റ് വലിക്കുന്നില്ലേ, നിനക്കെന്താ സിഗരറ്റ് വലിച്ചൂടെ, നീ എന്താ നമ്മളെ പോലെ കളിക്കാനൊക്കെ വരാത്തത്, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ, നീ ഷണ്ടൻ എന്നുള്ള രീതിയിൽ കളിയാക്കി പോയി വിഷമം തോന്നിയിട്ട് ഒരിക്കൽ എവരാരോ വലിച്ച സിഗരറ്റ് കിടന്ന് പെട്ടെന്ന് എടുത്ത് വലിക്കാനായിട്ട് പോയപ്പോ കർത്താവ് പറഞ്ഞു, അരുത്, എനിക്ക് നിന്നെ കൊണ്ടൊരു ഉപയോഗമുണ്ട്, നീ ഇത് ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. ഓരോ കാര്യത്തിൽ ചെന്ന് വീണു പോകുമ്പോഴും പ്രത്യേകിച്ച് വഴി നടത്തി കൊണ്ടുപോകുന്നു കർത്താവ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളോടും പറയുന്നുണ്ട്, ഇതുപോലെ അല്ല പറയുന്നേ ഉള്ളൂ. ഹൃദയത്തിൽ ഒരു കുത്താ കിട്ടുന്നത്. ഒരു പാപത്തിലേക്ക് പോകുമ്പോൾ, ഒരു പാപ ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ജാരസന്തതി എന്ന വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മ ലഭിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിലുണ്ട് എങ്കിൽ ഈ ബോധം തരും നമുക്ക്, അരുത് 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 എന്ന്. ഓക്കെ. അപ്പൊ സന്ധ്യാസമയത്തോ സഖരിയ 14:7 സന്ധ്യാസമയത്തോ വിളിച്ചോന്ന് സന്ധ്യ മനസ്സിലായല്ലോ. നമ്മൾ ഈ കാര്യം വ്യക്തമായി പഠിച്ചു പോണം. പഠിച്ചു പോയില്ല നമ്മൾ ഇത് തയ്യാറാക്കിയ പാസ് പറയുകയത് ഇത് ഏകദേശം ഒരു ദിവസം പറയാനില്ലെന്ന് ചിലപ്പോൾ കാണില്ല. ഞാൻ പറയില്ല പാസ്റ്റേ, നമുക്ക് ഈ സന്ധ്യാസമയം എന്തെന്ന് വ്യക്തമായി പഠിപ്പിക്കണം ജനത്തെ. ഇതറിയാതെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പ്രവാചകനാ ഏത് വില്യം ബ്രഹാമോ എന്തോന്ന് മനുഷ്യൻ, ഇതേത് മനുഷ്യൻ. ഇപ്പൊ ഇവിടെ സ്ഥാനപ്പെട്ടിട്ട് തന്നെ രണ്ടുപേര് പോയിരിക്കും. എന്താ, ഒരു മനുഷ്യനെ കേൾക്കുന്നു എന്ന്. അവർക്കും കൂടെ വേണ്ടിയില്ല, ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാം. ഒരു മനുഷ്യനല്ല നമ്മൾ കേൾക്കുന്നത്. മോശയോട് വൃദ്ധിച്ചവനൊക്കെ വഴിയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞാൽ മോശയോട് സംസാരിച്ചത് ദൈവമാണ്. നോഹ പറഞ്ഞിട്ട് കേൾക്കാത്തവരെല്ലാം തള്ളിക്കളഞ്ഞത് ദൈവത്തിനെ കേട്ടില്ലെന്നാ. ഈ കാലം നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞാൽ ആ കാലത്തെ സകല ന്യായവിധിയിലും മുഴുവൻ ജനത്തെയും കൊല്ലുന്നതിന് മുൻപ് ദൈവം ഒരു വ്യക്തി അറിയിച്ചിട്ട് പറഞ്ഞു. ആരും കേട്ടില്ലെങ്കിൽ ഇന്നും ഈ എല്ലാ കുതിരപ്പുറത്ത് വന്നവനാണ് ബൈബിൾ കോളേജ്. എല്ലാ സഭയിൽ ഇരിക്കുന്നത് പിശാചാണ്. അതൊക്കെ പറയാനൊക്കെ ഒരു ധൈര്യം വേണം. ഞാൻ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടല്ലോ, യാഹ് എന്ന ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ ആളല്ല എന്ന് പറഞ്ഞപ്പോ ഒരാൾ എന്നോട് പറയാണ്, ഈ ദുരുപദേശം നിങ്ങൾ പഠിപ്പിക്കുക, എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ഈ ദുരുപദേശം നിങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല വീഡിയോ ആക്കി പ്രചരിപ്പിക്കുന്നു. അപാര തൊലിക്കെട്ടി തന്നെ ദുരുപദേശം പ്രചരിപ്പിക്കാനെന്ന്. ആലോചിച്ചു നോക്ക്.
ഞാൻ അറിഞ്ഞത് ആരോടെങ്കിലും പറയുക മാത്രമല്ല, അത് ടി വിയിൽ കൂടെ പ്രദർശിപ്പിക്കാനായിട്ട് വീഡിയോ ആക്കി പ്രദർശിപ്പിക്കുക. ദൈവത്തിന്റെ വചനമാണ്, അത് നമ്മളുള്ള ഉറപ്പാണ് കാണിക്കുന്നത്. എത്ര പേര് എതിർഭാഗത്ത് നിന്നാലും ശരി തന്നെ യേശു പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് അവിടെ നിന്ന് രണ്ടുപേരിലേക്ക് ഒരാളെടുക്കും. വളരെ ചുരുക്കം പേരുണ്ടാകും. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ചുരുക്കം, പിന്നെ കണ്ടെത്തുന്നവരോ വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ട് ഈ അറിഞ്ഞ ദൈവജന പറയുക. അപ്പോൾ ഈ 3 കുതിരപ്പുറത്ത് വന്നവൻ ഇന്ന് ബൈബിൾ കോളേജ് വഴിയായി പഠിപ്പിച്ച് തെറ്റിച്ചിരിക്കുന്ന ഈ സഭകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഏത് ശരി ഏത് തെറ്റെന്ന് അറിയാതിരിക്കുമ്പോൾ, അതാണ് സന്ധ്യാസമയം. ഈ സന്ധ്യാസമയത്തോ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ രീതി പറഞ്ഞാൽ ദൈവം എന്നത് സൂര്യൻ, സൺ, വെളിച്ചം, പ്രകാശം അല്ലെ? അപ്പോ എന്തൊക്കെ വെളിച്ചങ്ങളാണ് ഉണ്ടാക്കിയത് അവിടെ ഉൽപ്പത്തിയില്? പകൽ വാഴേണ്ടതിന് സൂര്യനെയും രാത്രി പ്രകാശം തരേണ്ടതിന് ചന്ദ്രനെയും അടുത്തോ നക്ഷത്രങ്ങളെയും എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ പറയുന്ന നക്ഷത്രമാണ്. വില്യം മരിയം ബ്രൻഹാം എന്ന വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ഈ വ്യക്തിയിലേക്ക് അയക്കുന്നത് ദൈവത്തിന്റെ ഒരു ഏഞ്ചലിനെയാണ്. ആ ഏഞ്ചൽ, നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു ബ്രദറിനെ അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ എന്തൊക്കെ അവിടെ ചെയ്യണമെന്ന് ബ്രദറിനോട് സൗകര്യമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷെ കയ്യിൽ നിന്നെങ്കിലും പറഞ്ഞു പോവാം. ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ടാവും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയും. ഒരു റോബോട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നോ അത് അവിടെ തന്നെ അത് മാത്രം പ്രവർത്തിക്കും, തിരിച്ചു വരും. അതുപോലെ തന്നെയാണ് ഏഞ്ചൽമാര്. അങ്ങനെയാണ് യേശു ഒരു മാതൃ കാണിച്ചത്. കർത്താവിനെ നിന്റെ വരവിന്റെ അടസ്ഥാനം നീ എപ്പോഴാണ് യഹൂദന്മാരെ യഥാസ്ഥാനത്താക്കുന്നത്? യേശു എന്താ പറയാത്തത്? പിതാവിന് മാത്രമേ അറിയാവുന്നു. യേശുവിന് അറിയാത്തതുകൊണ്ടാണ്. യേശു തന്നെയാണ് പിതാവ്, നിത്യപിതാവ് എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷെ താൻ വന്ന ദൗത്യം എന്താണെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടും അന്ന് യേശു പറയാണ് 2025 ഫെബ്രുവരി, മാർച്ച്, ഇന്ന് 2 അല്ലേ, മാർച്ച് 2-ാം തീയതി 6 മണിക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ മനുഷ്യൻ തോന്നിയ വണ്ണം ജീവിക്കും. ഇതിന് മുമ്പ് കാലത്തുള്ളവർ ആരും യേശുവിനെ പേടിക്കില്ല. കാര്യം എന്താ? 2025-ലല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരു അടയാളം കർത്താവ് പറയില്ല. എന്തുകൊണ്ടാ? നാൾ തോറും നാം ഒരുങ്ങിയിരിക്കണം. ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാം നാൾ തോറും ഒരുങ്ങിയിരിക്കണമെന്ന ദൈവഹിതമാണ്. പക്ഷെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുകയില്ല. അറിയിക്കും ദൈവം, അറിയിച്ചിരിക്കും, തന്റെ ജനത്തോട് അറിയിക്കുകയും ചെയ്യും. അപ്പോ സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഏഞ്ചൽ വന്നിട്ട് ആ കാലത്തിന്റെ ജനത്തോട് എന്തറിയിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവോ ആ കാര്യങ്ങൾ ഈ ഏഞ്ചൽ ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് ആ വ്യക്തിയിലൂടെ വിളിച്ചു പറയുമ്പോൾ ഈ വെളിച്ചമാണ് സ്റ്റാർ. നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആരാണ് നക്ഷത്രം? അബ്രഹാമിനോട് പറഞ്ഞത് 2 വംശങ്ങൾ അവിടെ ഉടലെടുക്കുകയാണ്. അബ്രഹാമിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്നും പറയുന്നു. അബ്രഹാമിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ കടൽപ്പുറത്തെ മണൽത്തരി പോലെ ആക്കുമെന്ന് പറയുന്നു. നക്ഷത്രങ്ങളാണ് മക്കൾ, മറ്റുള്ളവര് ജഡീകന്മാരാ. അപ്പൊ നമ്മളും ജാതിയിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ജ്യോതിസുകളാ നമ്മളും. എല്ലാവരുമല്ല, നമുക്കത് വിശ്വസിക്കാം. കാര്യം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ചെയ്തു എന്നതാണ് ഒന്നാമത്തെ കാരണം. ദൈവം അത് ഗ്രഹിപ്പിച്ചു തന്നു, ദൈവം തന്നെ പ്രവർത്തിച്ചതാണ്. ഓക്കെ, അപ്പോ സന്ധ്യാസമയം എന്ന് പറയുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതിരിക്കുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ള സഭ, ഇതിനകത്ത് ധാരാളം സഭകളുണ്ട്. ഏതാണ് ശരിയായതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഒരു ഏഞ്ചലിനെ 1906 കർത്താവ് തെരഞ്ഞെടുത്ത് വില്യം മരിയം ബ്രൻഹാം എന്ന വ്യക്തിയിലൂടെ 1930-കളായപ്പോൾ ശുശ്രൂഷ തുടങ്ങി. 33-കളിലേക്കാണ് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വിളിച്ചിട്ട് ദൈവം കുറച്ച് രഹസ്യങ്ങൾ പറയുകയാണ്. ഈ രഹസ്യമാണ് വെളിച്ചം, ദൈവത്തിന്റെ സത്യങ്ങൾ. ഈ വെളിച്ചം എന്ന് പറഞ്ഞത് നക്ഷത്രമാണ്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ദൂരെ കാണുന്ന ഒരു മല, അവിടെ മലയില് ഒരു മിന്നാമിനുങ്ങ് പോലെ ഒരു വെളിച്ചം ഇങ്ങനെ ചലിച്ചു പോകുന്നുവെങ്കിൽ നമുക്കറിയാം ആരോ വഴി യാത്ര ചെയ്തു പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ പ്രദേശം മുഴുവനും ഇരുള്, ആ മലയും ഇരുള്, പക്ഷെ മിന്നാമിനുങ്ങ് പോലെ ഒരു ചെറിയ വെളിച്ചം. ആ വെളിച്ചം എന്തിനാണ്? ആ മനുഷ്യന് മാത്രം യാത്ര ചെയ്യുവാനാണ്. ഇവിടെ നിൽക്കുന്ന നോക്കുമ്പോൾ അന്ധകാരമാണ്, സന്ധ്യാസമയമാണ്, വെളിച്ചമില്ല. പക്ഷെ ആരൊക്കെ ആ വെളിച്ചത്തിന്റെ കീഴിൽ വരുന്നുവോ അവർ മാത്രമാണ് ആ വെളിച്ചം പ്രകാശം കാണുന്നത്. അവർക്ക് ഈ നക്ഷത്രം എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? നക്ഷത്രം വിളിച്ചു പറയുന്നത് ഒരു ചന്ദ്രനുണ്ട് എന്നാണ്. നക്ഷത്രം എന്താണ്? പ്രവാചകന്മാർ, സഭയുടെ ദൂതൻ. ആ സഭയുടെ ദൂതനെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ട് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ട് എങ്ങോട്ട് അയക്കും? യേശുക്രിസ്തുവിലേക്കല്ല, സഭയിലേക്ക് അയക്കും. ചന്ദ്രൻ, മണവാട്ടി, സഭ, സ്റ്റാർ, ദൈവം, സൂര്യൻ
കർത്താവിന്റെ രഹസ്യങ്ങൾ സ്റ്റാർ ഏഞ്ചലിലൂടെ അറിയിക്കും. ഏഞ്ചൽ ഒരു മൗത്ത് പീസ്, ദൈവത്തിന്റെ മൗത്ത് പീസ്. ആ മനുഷ്യൻ സഭയിലാണ് തന്റെ രഹസ്യങ്ങളെ അറിയിക്കുന്നത്. ഏത് സഭ? ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ, അതാണ് നമ്മൾ ട്രാക്ട് കൊടുക്കാൻ പോയത്. നമ്മൾ അറിയിച്ചത് ഈ ഏഞ്ചൽ മുഖാന്തരം സന്ധ്യാസമയത്തുള്ള വെളിച്ചവുമായിട്ടാണ് നമ്മളിന്ന് പോയത്. ഈ സഭകളിലൊക്കെ പോയത്, കൺവെൻഷന് പോയി. ഇന്നലെ കൺവെൻഷൻ ട്രാക്ട് കൊടുത്തു. ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ വെളിച്ചമാണ് കൊണ്ടു കൊടുക്കുന്നത്. കണ്ടെത്തുന്നവൻ വിളിക്കും, സഹോദര ഇങ്ങനെ വായിച്ചു, എന്താണ്, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം. അപ്പോ ഈ ചെറു വെളിച്ചം കാണിക്കുന്നത് ഒരു ചന്ദ്രനുണ്ടെന്നും സഭയിൽ വരുമ്പോൾ കർത്താവ് ഈ വചനം പഠിപ്പിക്കുമ്പോൾ പിന്നെ എന്താണ്, ഈ സഭ പ്രകാശിക്കുന്നത് സൂര്യന്റെ പ്രകാശത്തിലാണ്. അപ്പൊ സഭ വിളിച്ചു പറയുന്നത്, ബ്രദർ ലൈറ്റ് ഇടും, സഭ വിളിച്ചു പറയുന്നത് ഒരു സൂര്യനുണ്ടെന്നും ആ വെളിച്ചത്തിലേക്ക് പോകാനാണ് നാം ഒരുങ്ങിയിരിക്കുന്നതെന്നും ഈ ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് ജനത്തെ കൂട്ടുന്നത് സ്റ്റാർ ഏഞ്ചൽ മുഖാന്തരമാണെന്നും അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരമാണെന്നും ഇതൊരു രഹസ്യമാണ്. സഭകൾ പഠിപ്പിക്കുന്നുണ്ട്, എക്സാക്ട് വഴിയിലൂടെ പഠിപ്പിക്കുന്നില്ല. സൂര്യനാണ് കർത്താവെന്നും ചന്ദ്രൻ വെച്ചാൽ സഭയാണെന്നും നക്ഷത്രങ്ങൾ വെച്ചാൽ മക്കളാണെന്നും സഭ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ പഠിപ്പിച്ചതുപോലെ അന്ധകാരത്തിലായിരിക്കുന്ന വിശ്വാസത്തിന്റെ ഇടയിൽ യഥാർത്ഥ ദൈവജനത്തിന്റെ ഇടയിലേക്ക് ചെറു വെളിച്ചവുമായി വരുന്നത് ഒരു ഏഞ്ചലാണെന്നും അതൊരു മനുഷ്യനിലേക്ക് പ്രവേശിച്ചിട്ട് ആ കാലത്തെ ജനത്തിന് വേണ്ടിയുള്ള രഹസ്യങ്ങൾ ദൈവം അരുളി ചെയ്യുന്നതാണെന്ന് വെളിപ്പെടുന്നതോർ ചുരുക്കമായിരിക്കും. അത് പൂർണ്ണമായും വെളിപ്പെടാത്തോണ്ട് ചിലർ വന്ന് സ്നാനപ്പെട്ടിട്ട് തിരിച്ചു പോയത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് ദൈവം വലിയൊരു കൃപ തന്നു ഈ സത്യം തിരിച്ചറിയാൻ. അവരും അന്വേഷിക്കട്ടെ, നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ ചെറു പ്രകാശം നമ്മെ ചേർക്കുന്ന എവിടേക്കാ? ചന്ദ്രനിലേക്ക്, സഭയിലേക്ക്. സഭയിൽ വെച്ചാണ് എഡിഫിക്കേഷൻ നടക്കുന്നത്. പ്രാകൃത മനുഷ്യനായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ അനുരൂപമാകുവാൻ എന്നിൽ കാഴ്ച പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന എല്ലാ ലോകപരമായ കാര്യങ്ങളെയും ചെത്തി വെടിപ്പാക്കിയിട്ട് വഴി ഞെരുക്കമുള്ളത് നമ്മൾ വാതിൽ കണ്ടെത്തി. കർത്താവ് സാധനപ്പെട്ടു. അടുത്ത് വഴി, അതാണ് ഉപദേശം. അത് കഠിനമുള്ളതാണ്. എല്ലാം ചെത്തി വെടിപ്പാക്കി മുന്നിലേക്ക് പോകുമ്പോൾ ദൈവസഭ നമ്മൾ പഠിച്ചാണ്. ഇത് വലിയൊരു സഭ, എഫെസോസ് സഭ, ദൈവത്തിന്റെ സഭ ഇങ്ങനെയാണ്. വഴി ഞെരുക്കമുള്ളത്, ഉപദേശം കഠിനമാണ്. കഠിനമായ ഉപദേശം വരുന്തോറും ജനം കുറഞ്ഞു വരും. കണ്ടെത്തുന്നവർ ചുരുക്കം. അവർ പരിശുദ്ധാത്മാവുമായി ചേർന്ന സഹോദരന്മാരായിരിക്കും. അവർ മാത്രമാണ് സ്നേഹമെന്ന കർത്താവിനോട് തലക്കല്ലിൽ ചേർന്ന് മുകളിലേക്ക് പോകുന്നത്. എന്നാൽ ലോകത്തിന്റെ സഭ നോക്കൂ, ചെറിയ കൂട്ടമായി തുടങ്ങിയിട്ട് വലിയൊരു കൂട്ടവും സമ്പന്നതയുമാണ് ഇന്നത്തെ സഭകൾ. അങ്ങനെ ഇരിക്കുന്നവരാണ് ഈ വെളിച്ചം കാണാതിരിക്കുന്നത്. ഞാനൊക്കെ ഇരുന്നത് ഹെവൻലി ഫീസ്റ്റിലായിരുന്നു. അവിടേക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ 750, 2000, 3000 ആൾക്കാർ വരും. അത്രയും വലുതാണ്. ചെറുതായി തുടങ്ങിയിട്ട് സഭകൾ മുഴുവൻ സമ്പന്നതയിലും വലിയ ജനക്കൂട്ടത്തിലുമാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സഭ പണിയുന്നത് വലിയ രീതിയിൽ വന്നിട്ട് വിശ്വാസവും പിന്നെ ഉപദേശം കഠിനമായി വരുമ്പോൾ ഇതിനകത്തു നിന്ന് തന്നെ പലരും പൊഴിഞ്ഞു പോകും. ഈസി ആയിട്ട് സ്വർഗത്ത് പോകാനല്ല, വാതിലിടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്, കണ്ടെത്തുന്നവർ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം, പിന്നെയോ തേജസ്കരിക്കപ്പെടുന്നതോ അതിലേറെ ചുരുക്കം. അപ്പോൾ ദൈവത്തിന്റെ സഭ ഇപ്രകാരമായിരിക്കും. അപ്പൊ സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതെ ഇന്ന് ലോകത്ത് ഈ 3 കുതിരപ്പുറത്ത് വന്ന ഈ എതിർ ക്രിസ്തുവാണ് ഈ മുഴു സഭകളെ നയിച്ചു കൊണ്ടുപോകുന്നത്. പറയാനൊന്നും ഒരിക്കലും ലജ്ജിക്കട്ടില്ല. നമ്മൾ അത്ര ധൈര്യത്തോടെ പൗലോസിനെ നോക്കൂ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ജനത്തിന് പൗലോസ് എന്ത് ചെയ്യുന്നു എന്ന് അറിയാമായിരുന്നു. പക്ഷെ പൗലോസിന് അറിയില്ല. അവൻ അറിഞ്ഞതിൽ ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ എടുത്തിട്ട് അല്പം കൂടെ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്താൽ ദൈവത്തിന് പ്രയോജനമുള്ളവനാകും. അല്ലാതെ കിട്ടിയതും താലൊന്നും കൊണ്ട് വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട് ഞാനും എന്റെ കുടുംബവും ഹല്ലേലൂയ അടുത്ത ഞായറാഴ്ച ബൈബിൾ എടുക്കും, പള്ളി വരും, എന്റെ അനുഗ്രഹം, എന്റെ കുടുംബം, അതല്ല, അത് ദൈവത്തിന് കൊള്ളാവുന്നതല്ല. അങ്ങനെയാണ് നമ്മളെ അറിയിച്ച വ്യക്തി അങ്ങനെ ഇരുന്നെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കും, നമുക്ക് ഈ സത്യം അറിയാൻ പറ്റുമായിരുന്നോ? കർത്താവ് ഒരുവനെ ഉപയോഗിച്ചു. അദ്ദേഹം സ്വന്തം കാര്യം വിട്ടിട്ട് കർത്താവിന് വേണ്ടി ഓടിയതുകൊണ്ടല്ലേ നമ്മുടെ അടുക്കലേക്ക് വരാൻ കഴിഞ്ഞത്. കർത്താവില്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കും. അപ്പോൾ നമ്മളെ കർത്താവ് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഉപയോഗിച്ച് നേടിയെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി എത്ര അടുക്കിലേക്ക് പോയി സുവിശേഷം അറിയിക്കണം. ഒന്നാമത്തെ കർത്താവിന്റെ ഇത് തന്നെ 1 പത്രോസ് 2:9 പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് സന്ധ്യാസമയത്ത് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം.
എന്റെ പപ്പ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ടതിനെ കണ്ടിട്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ ജാരസന്ധതി ആയിരിക്കണം. അപ്പനുമായിട്ടൊരു ബന്ധമില്ല, പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രക്തബന്ധത്തിൽ, ആ ആത്മബന്ധത്തിൽ അതുപോലെ ആണെങ്കിൽ ഞാൻ പോയി വേല ചെയ്യുന്ന സുവിശേഷ വേലയെന്ന് അത് തെറ്റാ. സേവയും സഹായിക്കണം. അതൊരു ആത്മബന്ധമാണ്, ഒരു പ്രണയമാണ്. അതുപോലെ ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നാൽ ആ ക്രിസ്തു എന്നെ കൊണ്ട് കർത്താവിന്റെ പ്രവൃത്തിയെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോ സന്ധ്യാസമയം ഈ സഭകളെല്ലാം തെറ്റായി പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സഭകൾ തന്നെയാണ്. ഈ സഭകളുടെ ഇടയിലേക്ക് വെളിച്ചമറിയിക്കാനാണ് നമ്മൾ. അത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, വേറെ ട്രാക്കിനെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ അതിന് വിളിച്ചിട്ടില്ല, ഞാൻ ചെയ്യില്ല എന്ന് തീർത്തു പറഞ്ഞു. അത് വിശ്വാസത്തിൽ അല്ലാത്തവർക്ക് ട്രാക്ക്, എന്നെ അത് ഏൽപ്പിച്ചില്ല, എന്നെ ഏൽപ്പിച്ചതാ സന്ധ്യാസമയത്ത് വെളിച്ചമാകുമെന്ന് ദൈവം ഒരുവനിലൂടെ അറിയിച്ചു. അത് ചന്ദ്രൻ സഭയിലേക്ക് വന്നു. ആ സഭയിൽ അതേ ആത്മാവ് പ്രാപിച്ച, അതേ ഉപദേശം, അതേ ആത്മാവ് ലഭിച്ചാൽ നമ്മളും പോകേണ്ടവിടെ സഭകളിൽ. എന്താ? യേശു വിത്ത് വിതച്ചിരിക്കുന്നു. ഈ കത്തോലിക്ക ഇവിടെ മുതല് യേശു തന്നെ വിത്ത് വിതച്ചു. ഒന്നാമത്തെ ഫസ്റ്റ് പേര് ഇതുവരെയും വിതച്ചിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നതിൽ നിന്ന് ഒറിജിനൽ സീഡിനെ കളപ്പുരയിൽ ശേഖരിക്കണം. ഞാൻ ഇത് ഇട്ടിട്ട് ഞാൻ മറ്റേലേക്ക് പോയി, ഇത് ആര് ചെയ്യും? നിങ്ങൾ ആലോചിച്ചു, ഈ അന്ത്യകാല സഭയിൽ ആര് പോകുന്നു? ഒരു മനുഷ്യനും പോകുന്നില്ല. എവിടെന്നെങ്കിലൊക്കെ സുവിശേഷം അറിയിച്ച് ആരെങ്കിലും പറഞ്ഞു ഒഴുകി സ്നാനപ്പെടുത്തിയിരിക്കും. വളരെ അപൂർവമായിട്ടുള്ളവർ മാത്രമേ ഓടി നടക്കുന്നുള്ളൂ, വളരെ ചുരുക്കം പേര് മാത്രമേ ഓടി നടക്കുന്നുള്ളൂ. അപ്പോ ഇന്ന് സന്ധ്യാസമയത്ത് വെളിച്ചമാകുമെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. വീണ്ടും ഞാൻ പറയുന്നു, സന്ധ്യ ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കുതിരപ്പുറത്ത് വന്നവൻ ദുരുപദേശം പഠിപ്പിച്ച് സഭകളെ മലിനമാക്കി. ഈ മൂന്ന് നിറവും കൂടെ ചേർന്ന് ഇന്ന് ഇരിക്കുന്ന ഒരു വല്ലാത്ത നിറം. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതിരിക്കുമ്പോൾ ബൈബിൾ പറയുന്ന സെക്കൻഡ് 14:7 മാത്രമേ ഇപ്പൊ എടുക്കുന്നുള്ളൂ, സമയമായി. അപ്പൊ സന്ധ്യ യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെയും ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് അറിയുന്ന ഒരു സഭയുടെ പുരോഹിതന്മാർ ഇത് പഠിപ്പിക്കാറില്ല. കർത്താവ് മാത്രമേ അറിയുന്നുള്ളൂ. ആ കാലത്തികവിൽ കർത്താവ് തന്നെ ഒരു ഏഞ്ചലിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ആ വ്യക്തിയിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് എപ്പോഴാണ്? അത് പകലുമല്ല രാത്രിയുമല്ല, സന്ധ്യാസമയം ഇപ്പോഴാണ്. അതായത് സന്ധ്യ കഴിഞ്ഞാൽ അടുത്തെന്താണ്? നേരം പുലരാൻ പോവുകയാണ്. റെസ്റ്റ്, സ്വസ്ഥത. ആ കർത്താവ് വരവാണ്. അതിന് മുമ്പായിട്ടാണ് വെളിച്ചം, ചെറു വെളിച്ചം. ഈ വെളിച്ചം നമ്മെ നയിക്കുന്നത് വലിയൊരു വെളിച്ചത്തിലേക്കാവുന്നു. ഓക്കെ, കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. അപ്പോ സെക്കൻഡ് 14:7 ധൈര്യത്തോട് പറയണം, എല്ലാവരോടും പറയണം, ഇങ്ങനെ ഒരു ശുശ്രൂഷ ഏതെങ്കിലും ഒരു സഭ ചെയ്യുന്നുവെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് വാങ്ങിക്കുക, നമുക്ക് അവരുടെ പരിശോധിക്കാം, എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആരും ചെയ്യുന്നില്ല, ഒരു സഭകളും ചെയ്യുന്നില്ല. എല്ലാവരും ചെയ്യുന്നു എന്ന് പറയുന്നു, ആരും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വെട്ടുക്കിളി വീട്ടിൽ തുള്ളൻ പച്ചപ്പുഴു, ഇത് തിന്ന് തീർത്തത് മുഴുവൻ ഞാൻ മടക്കി നൽകുമെന്നും പറയുന്നുണ്ട്. ഈ ശുശ്രൂഷയും ആരും ചെയ്യുന്നില്ല. അതും ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ഞാൻ പറയുന്ന പബ്ലിക്കായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും കാണുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. ആരും ചെയ്യുന്നില്ല. അഥവാ ചെയ്താലും അവര് ഈ മങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഈ 3 കുതിരപ്പുറത്ത് വന്നവൻ എന്ത് പഠിപ്പിച്ചുവോ അതേ അവർക്കറിയാവൂ. കാര്യം ദൈവം ഒരു വ്യക്തിയെ ഏഞ്ചൽ അയച്ചിട്ട് ഒരു വ്യക്തിയിലൂടെ സംസാരിച്ച ആ സഭയുടെ അതേ വിശ്വാസത്തിൽ പോകുന്നവരാണ് നമ്മൾ. ഇത് പല ഭാഗത്തുകൊണ്ട് അവരത് പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി ആരും. അപ്പൊ പഴയ നിയമത്തിൽ തിന്നു തീർത്തതും പുതിയ നിയമസഭയില് ഈ ഇരുളാക്കി കളഞ്ഞതും ഇത് രണ്ടും കൂടെ ചേർത്ത് ഇപ്പോൾ കർത്താവ് പഠിപ്പിക്കുകയാണ്. അത് ഒരുവനിലൂടെയാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ കുറച്ചുകൂടെ സമയം എടുക്കാം. ഇതിന്റെ ഉദാഹരണം ശ്രദ്ധിച്ചോളേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:7 ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും. ഡാർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് പറയുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ആ പറയുന്ന സമയത്ത് അടുത്ത് തൊട്ടാട് പറയുന്നുണ്ട്. അതുകൂടെ വായിച്ചിട്ട് അവർ ദാനിയേൽ കണ്ട ദർശനത്തിന്റെ രഹസ്യങ്ങള് പറഞ്ഞു, നീ മുദ്രയിട്ടേക്ക, അന്ത്യനാളിൽ ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞു. അന്ത്യനാള് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സമയമല്ല, അന്ത്യനാൾ എത്തുന്നതിന് മുമ്പ് കാലവും കാലങ്ങളും കാലാർദ്ധവും ഉണ്ടായിരിക്കും. എബ്രായലേഖനം നമ്മൾ പഠിച്ചു, അന്ത്യനാളിൽ തന്റെ പുത്രൻ മുഖാന്തരം 2000 വർഷമല്ല അന്ത്യനാളിന്റെ ദൈർഘ്യം നമ്മൾ പഠിച്ചതാണ്. അപ്പോ
ഇത് പഠിപ്പിക്കാനുള്ള കാരണമുണ്ട്. അടുത്ത് വേറൊരു കാര്യം പറയുന്നത്, ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. അത് എപ്പോഴാണ് വെളിപ്പെടുന്ന കാലമെന്നോ ഈ പറഞ്ഞിരിക്കുന്ന കാലവും തമ്മിലുള്ള ദൈർഘ്യം നോക്കിയിട്ട്, ഞാൻ ഈ പറയുന്നത് ബൈബിളിൽ അവിടെ ഇവിടെയും കിടക്കുന്ന വചനം എങ്ങനെയെങ്കിലും എടുത്ത് ക്രോഡീകരിച്ച് തരുന്നതല്ല. ഇത് ദൈവത്താൽ തന്നെ നിവർത്തീകരിക്കുമ്പോൾ ബൈബിളിലെ പല വചനവും നിവർത്തിയാവുക മാത്രമല്ല, പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൺമുമ്പിൽ സഭകളുടെ തെറ്റായ പഠിപ്പിക്കലുകളും പ്രകൃതിയിലുള്ള അടയാളം. അപ്പൊ യേശു വരുമ്പോൾ കൊടുത്തിരുന്ന ഒരു അടയാളമാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യക എന്ന് പറഞ്ഞാൽ അതുവരെ ഉള്ള രീതിയിലല്ല. സ്ത്രീ പുരുഷ ബന്ധത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് വന്നിട്ട് ഞാൻ കന്യകയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ടെത്താൻ വഴി കന്യകയിലല്ല. പക്ഷെ കന്യകയിൽ തന്നെ വരുന്നെങ്കിൽ അവൻ യഹോവ രക്ഷകനാണ്, മശിഹയാണ്. അവർക്കത് മനസ്സിലായില്ല. അതുപോലെ അന്ത്യനാളിൽ ദൈവം ഒരുവനെ ഉപയോഗിക്കുമ്പോൾ ഇനി കാലം ഉണ്ടാവുകയില്ല. അത് വെളിപ്പാട് പുസ്തകം 10 തുടരുക. അവിടെ പറയുന്ന പ്രകാരം അങ്ങനെ ഒരു കാലം ഉണ്ടാകുമ്പോൾ ആകാശത്ത് ചില അടയാളങ്ങൾ ഉണ്ടാകും. ആ അടയാളം കണ്ടു. ഓക്കെ. അപ്പൊ ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും. നോക്കണേ, എപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം, എന്തായത്? ദൈവത്തിന്റെ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു, അല്ലെങ്കിൽ ഈ വചനത്തിന് ശേഷം ദൈവത്തിന്റെ വചനം വിശ്വസിച്ചു പ്രമാണിച്ചനുസരിച്ച് ദൈവാത്മാവ് പ്രാപിച്ച് കർത്താവിന്റെ വരവെങ്കിലേക്ക് എടുക്കപ്പെടുന്നതിന് തടസ്സമായി ബലത്തെ കെടുത്തും. ബലമെന്താ? ശക്തി. പരിശുദ്ധാത്മാവ്. ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ പാർപ്പേൻ, ശക്തി ധരിച്ച ശേഷം ഇറങ്ങി പുറപ്പെടുവേൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ലഭിക്കാതിരിക്കാനാണ് ഒന്നാമത്തെ കുതിരപ്പുറത്തുള്ളവൻ എന്ന് പറഞ്ഞ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യരുത്. പരിശുദ്ധാത്മാവെന്ന ശക്തി ലഭിക്കണമെങ്കിൽ അവൻ കർത്താവായ യേശു, അപ്പോസ്തലർ 2:38, ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതാണ് ശക്തി. അപ്പോൾ ഇതെല്ലാം അടച്ചു വെക്കുന്ന കാലങ്ങളിൽ കാലാർദ്ധം ചെല്ലുമ്പോൾ അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം, സന്ധ്യാസമയമായി ഇന്ന് വരെയും യേശു ക്രിസ്തു നാമത്തിൽ ആരും സ്നാനപ്പെടാറില്ല. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിന് പോലെ അതാണ് രണ്ടാമത്തെ കുതിരപ്പുറത്ത് വന്നവൻ അന്യോന്യം കൊല്ലുവാൻ. അതായത് എങ്ങനെ ഈ മനുഷ്യർ തമ്മിൽ ദുരുപദേശം പറഞ്ഞ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് വെളിപ്പെടുത്തി തരണം വിചാരിച്ചാണ്. ഉണ്ടോ? പെന്തക്കോസ്ത്, കത്തോലിക്ക, മാർത്തോമ എല്ലാം ദുരുപദേശത്തെ പഠിപ്പിക്കുന്നത്. ഇവര് പെന്തക്കോസ്തുകാരൻ ചെന്ന് മാർത്തോമയെ കൊല്ലു, മാർത്തോമക്കാരൻ CSI കൊല്ലുണ്ടോ? ഒന്നും കൊല്ലുന്നില്ല. അവരെല്ലാം കെട്ടിപ്പിടിച്ച് സഹായജീവനെ കൊടുക്കുന്നു. പക്ഷെ കൊല്ലുന്നത് നിത്യജീവൻ പ്രാപിക്കാതിരിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്നതാണ് ആ മരണം. കർത്താവ് പറയുന്നത് മരണം, ആ ദുരുപദേശം എന്ന വാൾ അവരെ കൊന്നുകളയുകയാണ്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്റെ അടുക്കൽ വരണമെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധനാകുവേൻ. വിശുദ്ധനാകുവാൻ പുതിയ നിയമസഭയിൽ ഒരൊറ്റ വഴിയുള്ളൂ, പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഈ പിശാച് തുടങ്ങിയ ബൈബിൾ കോളേജിലുള്ള സഭകളല്ലേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സന്ധ്യാസമയം. ഇത് മനസ്സിലായാൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ കർത്താവ് നിങ്ങൾ എന്ത് വിളിക്കും? ആരോടെങ്കിലും പറയുക. അപ്പോ അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവർത്തിയാകും. ഏത് കാര്യം? ദാനിയേൽ 12-ാമത്തെ അധ്യായമാണ്. 9-ാമത്തെ അധ്യായത്തിലും ആദ്യം മുതലേ പറയുന്ന തല മുതൽ പാദം വരെയുള്ള കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ നിവർത്തിയായി. അത് ദാനിയേലിന്റെ കാര്യം തന്നെ പറഞ്ഞ രാജാവേ, അത് അങ്ങ് തന്നെ, നെബൂഖദ്നേസർ രാജാവ്, അങ്ങയുടെ കാലശേഷം അങ്ങയിൽ താണ വംശത്തിൽപ്പെട്ട ഒരുവനെ ഉയർത്തിക്കൊണ്ടുവരും. അത് കുറെ കാലം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ സംഭവിക്കുന്ന കാര്യം വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവർത്തിയാകും. എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഇനിയിപ്പോ എന്താ? കൈ തൊടാതെ ഒരു കല്ല് വരണം. പാദം കളിമണ്ണും ഇരുമ്പ്. ദാനിയേൽ കണ്ട ദർശനത്തിന്റെ പാദം കളിമണ്ണും ഇരുമ്പ് എന്ന് പറഞ്ഞാൽ, കളിമണ്ണ് എന്ന് പറഞ്ഞാൽ മതം, ഇരുമ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. ഒരു 25, 30, 40 വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കൂ, ഇന്നും പല സഭകളുടെയും കൺവെൻഷനിലും എവിടെയും രാഷ്ട്രീയക്കാരെ വിളിച്ചു വരുത്താറുണ്ട്. കേന്ദ്രമന്ത്രിമാരെയും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാരെയും ഒന്നുമില്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കും കൺവെൻഷൻ സെന്ററിൽ. എന്തിനാ അത് ചെയ്യുന്നത്? ഇപ്പൊ മാരാമൺ കൺവെൻഷനിലുണ്ട് മന്ത്രിമാർ എത്ര എണ്ണം വന്നത്? ദാനിയേൽ കണ്ട ദർശനത്തിന്റെ പാദം കളിമണ്ണും ഇരുമ്പും ഇത് തമ്മിൽ ചേരില്ല. ഇതിന് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന കർത്താവ് യേശു ക്രിസ്തു വന്ന് ഈ സകല രാജ്യത്വങ്ങളെ തകർത്ത് കളയുന്ന ഒരു നിമിഷം എന്താ വരാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ടാണ് ഈ സംഘടനാ സഭയിൽ നിന്ന് ദൈവത്തിന്റെ ജനത്തെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോസ്തലന്മാരെ, അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക്, ഒന്നാമത്തെ സഭയിലുള്ള ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ എന്ന രീതിയിൽ കൊണ്ടുവരാൻ.
അതിനാണ് ദൈവം നമ്മെ ഇപ്പൊ ഉപയോഗിച്ചത്, മറ്റാരെ ഉപയോഗിച്ച് നമ്മളെ നേടി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിവർത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും, ആ ബിംബത്തിന്റെ ടോട്ടൽ കണ്ടിട്ട് അതിന്റെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതായത് ദൈവത്തിന്റെ രീതി നോക്കുക. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ, നിന്റെ ദൗത്യം കഴിഞ്ഞു, നീ പൊയ്ക്കൊള്ളുക. ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രയിട്ടിരിക്കുന്നു. അടുത്ത് നോക്കുക. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. എന്താണ്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വളരെ ഗഹനമായി പഠിപ്പിക്കുന്നവരായി ഈ സഭകൾ മുഴുവനും. അനേകർ വരും തങ്ങളെ ശുദ്ധീകരിക്കും. എങ്ങനെ? കർത്താവിനാൽ ശുദ്ധീകരിക്കുകയല്ല, അവർ തന്നെ വിശുദ്ധന്മാർ, ഞങ്ങൾ മണവാട്ടിയാണ്, ദൈവജനമാണ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജീവനകത്തില്ല. ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ അവൻ പാപമോചന സ്നാനം ലഭിക്കണം. ആ പാപമോചന സ്നാനത്തിലൂടെ അവന്റെ പാപത്തെ ഒരിക്കലായി എന്നേക്കുമായി കുഴിച്ചിട്ട് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെ കത്തിക്കണം. അതാണ് പരിശുദ്ധ അഗ്നിയാലുള്ള അഭിഷേകം. അതോടുകൂടി അത് മാറിയിട്ട് കർത്താവ് പിന്നെ അവനെ വിശുദ്ധനായി കണക്കിടും. പക്ഷെ ഇവിടെ അവര് പരിശുദ്ധാത്മ പ്രാപിക്കുന്നില്ല, സ്നാനപ്പെടുകയുമില്ല, തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് വന്ന് പരിശോധിക്കുകയാണ്, ഇതെന്താണെന്ന് പഠിപ്പിക്കുകയാണ്. നോക്കൂ, പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും, ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. എന്താ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ? നമുക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി എന്താ? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാൽ, ആദ്യമേ പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിൽ നീ എന്റെ നാമം നിഷേധിച്ചില്ല. നീ ഏതിൽ നിന്നു നിന്റെ സ്നേഹമൊക്കെ ഞാൻ അറിയുന്നു, ആദ്യത്തേനേക്കാളും അതൊക്കെ നിന്റെ സ്നേഹമെല്ലാം ഞാൻ അറിയുന്നു, എങ്കിലും ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്ന് ഓർത്തു മാനസാന്തരപ്പെട്ട്. ബൈബിൾ എഴുതുന്ന കാലം ഇത് വെളിപ്പെടുന്നപ്പോഴാണ് അവസാന സഭാകാലത്ത്, പെന്തക്കോസ്ത് 2-ാമത്തെ സഭാകാലത്തിലാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് പഠിച്ചു വരുന്നത്. നീ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആ പ്രവൃത്തി എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2:38. 2-ാമത്തെ അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. 38 അവർ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുകയാണ്. ഈ സ്നാനം ചെയ്യാത്തവരെ കുറിച്ച് ഇവിടെ എന്താ പറയുന്നത്? വായിക്കേ. അവർ ദുഷ്ടത പ്രവർത്തിക്കും. യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാത്തവന് എന്ത് ചെയ്താലും മത്തായി സുവിശേഷം 7:21 എന്ത് പറയുന്നു? അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഈ സഭകളിൽ നോക്കൂ, ഇവരെല്ലാം ശരി, നമ്മളിപ്പം സ്വയം പുകഴുന്നതല്ല. ഇവരെല്ലാം ശരിയാണെങ്കിൽ യേശു പറഞ്ഞ എത്രയോ വചനം തെറ്റിപ്പോവും. ഈ കാലം നോഹയുടെ കാലം പോലെ ആകിപ്പോവും എന്ന് പറഞ്ഞ് തെറ്റും. സോതോമിന്റെ നാളുകൾ പോലെ ആകും എന്ന് പറഞ്ഞ് തെറ്റും. സോതോമിന്റെ നാളിൽ അറിയിച്ചിട്ട് എത്ര പേര് രക്ഷപ്പെട്ട് സഭയിൽ വന്നിട്ട് കൂടെ വന്നിട്ട് പിന്നെ പഴയലേക്ക് തിരികെ നോക്കി മരിച്ചു പോയവരേ ഉള്ളൂ. എന്നിട്ട് 2 പേര് രക്ഷപ്രാപിച്ച് അങ്ങോട്ട് വചനവിരുദ്ധമായി അപ്പനും മക്കളും ഇടകലർന്നു, അവർ നശിച്ചു പോയി. നോഹയുടെ കാലത്തോ ഒരുവനാണ് പോയത്, ഹാനോക്ക് മാത്രം. നോഹ നീതിമാന, പ്രയാസേന ദൈവരാജ്യം പ്രാപിക്കുന്ന. അങ്ങനെയെങ്കിൽ യേശുവാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ഈ കാലം അന്നേ കാണാൻ കഴിയും, നമ്മളെ ഉൾപ്പെടെ ഈ കാലം അന്നേ കണ്ടിട്ടാണ് പറയുന്നത്. ഈ സഭകളിലെല്ലാം നിറയെ ആൾക്കാരുണ്ടെങ്കിലും ഈ കാലവും നോഹയുടെ കാലം പോലെ. അപ്പോൾ തന്നെ സകലതിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം നോഹ എന്ന ഒരു മനുഷ്യനെ ഉപയോഗിച്ചെങ്കിൽ ഇവിടെയും അനേകം പാസ്റ്റർമാരും പ്രവാചകന്മാരും ഉണ്ട് എന്ന് പറയുമ്പോഴും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരുവനുണ്ടാവും. ഒരു വ്യക്തി. ആ വ്യക്തിയുടെ വേഷവും പഠിപ്പും വിദ്യാഭ്യാസവും കുലവും ഗോത്രവും നോക്കിയിട്ട് നോഹയുടെ കാലത്ത് നോഹ ആട്ടിടയനോ കൃഷിക്കാരനാണ്. അന്ന് ശാസ്ത്രീയമായി ഇതിനേക്കാൾ പുരോഗമിച്ച സമയമാണ്. അത്ര വലിയ പണ്ഡിതനെയൊന്നും അല്ലല്ലോ എടുത്തത്. അതുപോലെ തന്നെയാണ് ഇന്നും വില്യമാര്യം ബ്രൻഹാമിനെ എടുത്തിരിക്കുന്നതും. അടുത്ത് പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ, ഈ സഭയിലുള്ളവരെല്ലാം. തിരഞ്ഞെടുക്കപ്പെടുന്നവരോ, അതാണ് ഞങ്ങൾ ഈ ട്രാക്ട് കൊണ്ടുപോകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ഗോതമ്പിനെ കളപ്പുരയിലേക്ക്, അത് വാതിലുണ്ട്. ആ വാതിൽ ഈ സഭയുടെ വാതിലല്ല, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം. പാപം മോചിച്ചിട്ട് യേശുക്രിസ്തു ദൈവസഭയുടെ ഭാഗമാകാൻ പറ്റും. അപ്പൊ വാതിൽ തന്നെ ഇടുക്കമുള്ളതായതുകൊണ്ടാണ് നമ്മൾ 4 ലക്ഷത്തോളം ട്രാക്ട് എടുത്ത് കൊണ്ടുകൊടുത്തിട്ട് 10-12 പേര് മാത്രമേ വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടുള്ളൂ. അവർക്ക് യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ പുരോഹിതന്മാർ നമ്മൾ വന്ന് വിരട്ടുകയാണ്, കൊടുക്കണ്ട. അവരുടെ ഉള്ളിൽ ആത്മാവേദ. അപ്പോസ്തലന്റെ ഉള്ളിലുള്ള ഇതേ സ്നാനം പറഞ്ഞ അതേ ആത്മാവാണെങ്കിൽ അതിനെ സ്വീകരിക്കല്ലേ ചെയ്യേണ്ടത്? അപ്പൊ അവിടെ ഉള്ളിൽ ആത്മാവ് എതിർ ക്രിസ്തുവിന്റെ, അതാ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്താത്തത്, എതിർ ക്രിസ്തുക്കളെ ഉപദേശിക്കുന്നവരെ. അപ്പൊ നിർമ്മലീകരിച്ച് ശോധന കഴിക്കും ദുഷ്ടന്മാരോ. ആരാ ദുഷ്ടന്മാര്? മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. യേശു വിത്ത് വിതച്ചു,
ഒരുവൻ മൂടുപടം ഇട്ടുകൊണ്ടൊരു കറുത്ത മനുഷ്യൻ വന്ന് വിത്ത് വിതച്ചു. ദുഷ്ടൻ, അത് ശത്രു, പിശാച് തന്നെ. അപ്പൊ ഈ നാമത്തിലെ സ്നാനം വേണ്ട എന്ന് പറയുന്നത് ആര്? പിശാച്. അവരുടെ മക്കളാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞത്, ഞാൻ അവളെ അവളുടെ പുത്രിമാർക്കും മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തിട്ട് മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ അവളെ പുത്രിമാരെയും കൊന്നുകളയും. പുത്രന്മാരെന്ന് പറയുന്നതുകൊണ്ട എതിർ ക്രിസ്തുവിന്റെ സഭയാണ്. അതിനകത്തിരിക്കുന്ന ജനം പുരുഷനായാലും സ്ത്രീ ആയാലും എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് കർത്താവ് കാണുന്നത്. അവളെ കൊന്നുകളയുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ചെയ്യില്ല, യേശുക്രിസ്തു നാമത്തിൽ മരണാടക ശുശ്രൂഷ ചെയ്യില്ല, വിവാഹം നടത്തില്ല, അങ്ങനെ ഒരു കാര്യം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. പക്ഷെ കർത്താവാണ് ഇപ്പൊ വന്നാ പോകുമെന്നും പറയും. അപ്പോൾ ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. എന്തുകൊണ്ടാ? വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അവരുടെ പുരോഹിതന് പരിശുദ്ധാത്മാവ് വേണം, ഇല്ലെങ്കിൽ അവർക്കെങ്കിലും പരിശുദ്ധാത്മാവ് വേണം. ഇതൊന്നുമില്ലാതെ തങ്ങളെ തന്നെ ശോധന കഴിച്ചിരുന്നിരിക്കുന്നവരാ. നോക്കൂ, എന്നിട്ടോ ആ ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയുമില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, യേശുക്രിസ്തു 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അടുത്ത് ഒരാഴ്ചവട്ടം 7 വർഷമുള്ളപ്പോഴാണ് മശിഹ ഭൂമിയിൽ വന്നത്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി. അതായത് 7 വർഷത്തിന്റെ മധ്യ നിറം 3.5 വർഷം. 3.5 വർഷമായപ്പോൾ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. യാഗമെല്ലാം നിന്നു. ഇവരായിരുന്നു ഭോജനയാകും, അകൃത്യയാകും, പാനീയാകും ഒന്നും കഴിക്കുന്നില്ലല്ലോ. അപ്പൊ യാഗം നിന്നു. എബ്രായ ലേഖനം 10:10 പ്രകാരം ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ട് ഇനി 3.5 വർഷമേ ഉള്ളൂ എന്ന് ബൈബിളിൽ വ്യക്തമായി വെളിപ്പാട് 7-ലും 12-ലൊക്കെ പറഞ്ഞിരിക്കെ ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സഭകൾ മുഴുവൻ പഠിപ്പിക്കുന്നത്. ഇനി മണവാട്ടി ചേർക്കപ്പെട്ടാൽ പിന്നെ യഹൂദന് 7 വർഷം ഉണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം എതിർ ക്രിസ്തുവിന്റെ ഉപദേശവുമായി പിടിച്ചോണ്ടിരിക്കുന്നവർക്ക് ഗ്രഹിച്ചുവെങ്കിൽ ദൈവത്തിൽ നിന്ന് രഹസ്യമായിരുന്നതിനെ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ ആയി പോവില്ലേ? ഒരിക്കലുമില്ല. കർത്താവ് വെളിപ്പെടുത്തി തരും. പക്ഷെ ആദ്യം എന്റെ പിതാവിന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനെ ഞാനും പിതാവ് സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിച്ച് അവന് പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുമെന്നോ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല, എന്നെ തന്നെ വെളിപ്പെടുത്തി തരും. അപ്പോൾ മനസ്സിലാകും ഞാൻ തന്നെ അവൻ. ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ യേശുക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവെന്നും യേശുക്രിസ്തു തന്നെയാണ് ദൈവമാണെന്നും അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കാതെ മനസ്സിലാവുകയില്ല. അതിൽ അഭിഷേകം കിട്ടും, നമുക്കൊരു വിശ്വാസം വരും. ആ വിശ്വാസം അതിനൊരു പ്രവൃത്തി ഉണ്ടായിരിക്കണം. ഇല്ലാതെ സ്നാനപ്പെടുന്നവർ നമുക്ക് ദുഷ്ടത പ്രവർത്തിക്കും. അവരോടാണ് പറഞ്ഞത്, ഇടർച്ച ഉണ്ടാക്കുന്നവരെ എന്നെ വിട്ടു പോകുവാൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് അടുത്തൊരു ഭാഗം ചെറുത് എടുത്തിട്ട് നമുക്ക് നിർത്താം. വെളിപ്പാട് 10:1 അതിന്റെ 6-ാമത്തെ വാക്യം, യോഹന്നാൻ 7 ഇടിനാദം കേട്ടു. ആ ഇടിനാദം കേട്ടപ്പോൾ 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. 6-ാമത്തത് ഇവിടെ പറയുന്നത്, ആ മുദ്ര തുറക്കാൻ പോവേണേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാന് കർത്താവ് പറഞ്ഞു കൊടുത്ത, കണ്ടത് എഴുതി, കേട്ടത് എഴുതണ്ട, പറഞ്ഞു കൊടുത്ത് കേട്ടതിന്റെ രഹസ്യം അന്ത്യനാളിലെ അറിയിക്കുള്ളൂ. ദാനിയേൽ 2 ദർശനത്തിന്റെയും അന്ത്യനാളിലെ അറിയിക്കുള്ളൂ. അപ്പോൾ പറയുന്നു, അവിടെ എന്താ പറഞ്ഞ, ഇനി കാലങ്ങളും കാലാർദ്ധങ്ങളും ചെല്ലും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ ഇന്നിപ്പോ 2300, 200, 500 വർഷങ്ങളോളം ആയി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം കഴിഞ്ഞിട്ട് ഇന്ന് വരെയും അന്ത്യകാലമല്ല, ഇപ്പോഴാണ് അന്ത്യകാലം. എന്നാൽ ആ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പാട് 10:6 പറയുന്നു, ഇനി കാലം ഉണ്ടാവുകയില്ല. ഇത് വെറുതെ അവിടെ നിന്നും ഇവിടെ നിന്നും വചനം പറഞ്ഞുകൊണ്ട് വരുന്നതല്ല. വെളിപ്പാട് 10:6 പഠിപ്പിക്കുന്നത് 7-ാമത്തെ ഏഞ്ചലിലൂടെയാണ്. വില്യം മരിയം ബ്രഹാം എന്ന വ്യക്തിയിലൂടെ 7th ദൈവത്തിന്റെ കയ്യിലെ 7-ാമത്തെ ഏഞ്ചൽ വന്നിട്ടാണ് ബൈബിളിൽ, ഇവിടെ ഈ സഭകൾക്ക് മുഴുവൻ മറഞ്ഞിരുന്ന ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള സകല മർമ്മങ്ങൾ തുറന്നു കൊടുത്തത്. അപ്പോൾ ഇനി കാലം ഉണ്ടാവുകയില്ല. നോക്കൂ, 7-ാമത്തെ ദൂതൻ, ഈ 7-ാമത്തെ ദൂതൻ എന്ന് ഇവിടെ പറയുന്നു. 7-ാമത്തെ ദൂതനും ശുശ്രൂഷയുണ്ട്, 7-ാമത്തെ സഭാദൂതനും ശുശ്രൂഷയുണ്ട്. 7-ാമത്തെ ദൂതൻ സഭ ഇവിടെ ഉണ്ടായിരിക്കുമ്പോഴാണ് ഈ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നത്. പലരും പറയുന്നത് 7-ാമത്തെ കാഹളം ഊതുമ്പോൾ രാജ്യത്വം കർത്താവിനാകും, നമ്മൾ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന്. 7-ാമത്തെ ദൂതൻ ഈ ബൈബിളിലെ എല്ലാ മർമ്മവും കർത്താവിന്റെ മണവാട്ടി പോയിട്ട് മഹോദ്രവെല്ലാം ആ സമയത്താണെങ്കിൽ ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുത്ത് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് മക്കളെല്ലാം മരിച്ചു പോയതിന് ചേട്ടൻ കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് നല്ല അപ്പനോ അമ്മയോ?
അതുപോലെ കർത്താവ് രഹസ്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് തന്റെ മണവാട്ടി, അതാർക്ക്? വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം, വാതിൽ കണ്ടെത്തുന്നവർ, വാതിൽ വഴിയായി കടക്കുന്നവർ. വെളിപ്പാട് പുസ്തകം 3:8 പറയുന്നുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിൽ നീ എന്റെ നാമം നിഷേധിച്ചില്ല, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ആ വാതിൽ വഴിയായി സ്നാനമേറ്റ്, ആ നാമം വഴിയായി സ്നാനമേറ്റ് കളപ്പുരയിൽ ശേഖരിക്കപ്പെടുന്നവർക്ക് മാത്രമേ കർത്താവ് തന്റെ രഹസ്യം പഠിപ്പിക്കുള്ളൂ എന്ന് ഇന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, അതെന്താ അങ്ങനെ? അതാ യേശു. യേശുവിനോടുകൂടെ 12 അപ്പോസ്തലർ, പിതാവ് ആകർഷിച്ച് പുത്രന്റെ അടുക്കിലേക്ക് വന്നവര്, മറ്റുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുരുഷാരം പോയ ശേഷം ശിഷ്യന്മാർ അടുത്തുകൂടി, കർത്താവെ, വയലിലെ കളകളുടെയും വിത്തിന്റെയും ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ. ഇത് രഹസ്യം കൈമാറുന്നത് തന്റെ ജനത്തോട് മാത്രം. അതുകൊണ്ടാണ് നമ്മളിപ്പോ പഠിപ്പിക്കുന്ന 7 മുദ്രയൊന്നും ലൈവായിട്ട് കൊടുക്കാത്തത്. അത് നമ്മുടെ സഭാജനങ്ങൾക്ക് മാത്രം. അവിടെയാണ് മർമ്മങ്ങൾ മുഴുവനും ഉള്ളത്. അപ്പോ ഇവിടെ പറയുന്നു 7ാമത്തെ ദൂതൻ, അത് ആ ഏഞ്ചൽ കാഹളം എന്ന് പറഞ്ഞാൽ എന്താ? സുവിശേഷം. കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം ഇവർ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ പഠിപ്പിക്കുന്ന ദുരുപദേശം ഒന്നും പഠിപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. അവര് പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകും എന്ന് നമ്മൾ പഠിപ്പിക്കും. അവർ പറഞ്ഞു മഹോദര കാലം കഴിഞ്ഞ് മണവാട്ടിയെല്ലാം പോയ ശേഷമാണ് മുദ്ര തുറക്കുന്നതെന്ന്. എന്ത് ജ്ഞാനം നോക്കൂ! മനുഷ്യന്റെ ജ്ഞാനത്തിലല്ലേ പഠിപ്പിക്കുന്നത്? മണവാട്ടിയും പോയി മഹോദര കാലത്ത്, 2ാമത്തെ കാലത്ത് എല്ലാവരും മരിച്ച ശേഷം ഇത് അറിയിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇനി എങ്ങനെയാണ് അറിയിക്കുന്നത്? ആമോസ് 3:7 ഇതൊക്കെ അടുത്ത പ്രാവശ്യം പഠിപ്പിക്കും. ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ, നിങ്ങൾക്കൊരു ഉണർവിന് വേണ്ടിയിട്ട്. ആമോസ് 3:7 യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. സോദോമിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് ആ കാലത്തിന്റെ പ്രവാചകനായ അബ്രഹാമിന്റെ അടുക്കൽ പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. 5 മുതൽ 50 മുതൽ ചോദിച്ച് എത്രയോ കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കുന്നത്. നോഹ ആ കാലത്തിന്റെ പ്രവാചകനെ അറിയിക്കാതെ ഒരു കാര്യമില്ല. ആ ദേശം മുഴുവൻ നശിപ്പിക്കുന്ന അതാണ് ദൈവം. നമ്മൾ ദൈവത്തെ കുറിച്ച് വിലയിട്ട് എന്തൊക്കെയോ ആയിരിക്കുകയാണ്. ആ ഒരു ദൈവ സ്നേഹത്തിൽ നിന്നാൽ ഈ കാലത്തും ദൈവം ഒരു പ്രവാചകനിലൂടെ അറിയിച്ചു. പ്രവാചകൻ വരേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് നമ്മൾ എടുത്തു. ദൈവം മാത്രം അറിയുന്ന സമയം വരും, സന്ധ്യാസമയത്ത് വെളിച്ചമാകും. അപ്പോൾ പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ വായ്. ദൈവം തന്റെ കാര്യം അറിയിക്കാൻ ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്നുവെങ്കിൽ അവൻ പാസ്റ്റർ എന്നോ ഇവാഞ്ചലിസ്റ്റ് എന്നോ അല്ല അറിയപ്പെടുന്നത്, പ്രവാചകൻ. ആ വ്യക്തിയിൽ വേറെ ശുശ്രൂഷ ഉണ്ടായിരിക്കാം, ഒരു പ്രവാചകനെ അറിയിക്കും. അങ്ങനെ പ്രവാചകൻ വരേണ്ടതിന്റെ ആവശ്യകത ഇനിയും വരുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ട് പോയ വചനങ്ങളൊക്കെ നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ യഹോവയായ കർത്താവ് തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് തന്റെ രഹസ്യം, പ്രവാചകന്മാരെ തന്റെ ദാസന്മാർക്ക്, അപ്പൊ പ്രവാചകന്മാരെ അറിയിക്കും, ദാസന്മാരെ അറിയിക്കും. പ്രവാചകന്മാരായ ദാസൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ അറിയിക്കുന്നത് കേട്ട് വിശ്വസിക്കുന്ന ദൈവദാസന്മാർ, ദൈവത്തിന്റെ ജനത്തെയും അത് അറിയിക്കും. അത് അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുകയില്ല എന്നോ. ഓക്കെ, തുടർന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അടുത്ത് നമുക്ക് തുറന്നെടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് സഖരിയ 14:7 സന്ധ്യാസമയത്തോ വെളിച്ചമാകും. സന്ധ്യ എന്ന് പറയുന്നത് ഈ 3 കുതിരപ്പുറത്തും വന്നവൻ ദുരുപദേശം പഠിപ്പിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാതെ ഈ സഭകളെല്ലാം ഇങ്ങനെ ആയിരിക്കുമ്പോൾ, നമ്മളായിരുന്ന സഭയിലും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നപ്പോൾ ജാഗ്രതയോടെ അന്വേഷിച്ചപ്പോൾ ദൈവത്തിന്റെ സന്ദേശം നമ്മുടെ അടുക്കിലേക്ക് വരികയും ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ വചനത്തോടൊപ്പമാണ് നിന്നത്. നിങ്ങളെ അറിയിക്കുന്ന വ്യക്തിയോടല്ല, വില്യം ബ്രൻഹാമിനോടും അല്ല നിൽക്കുന്നത്, നമ്മൾ കർത്താവിനോട് കൂടിയാണ് നിൽക്കുന്നത്, യേശു ക്രിസ്തുവിനോട് കൂടി ചേർന്നത്. ഇതൊരു ചൂണ്ടുപലകയാണ് നമുക്ക് കാണിച്ചത്. അപ്പോസ്തലന്മാരെ തുടർന്നുള്ള വാക്യങ്ങളെ നേരിടുകയാണ്. അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി പോവുക എന്ന് പറയുന്നവനായിരിക്കും അവസാനത്തെ ഏഞ്ചൽ വരുന്നവന്റെ ലക്ഷണവും. അതാര് പഠിപ്പിക്കുന്നു? അദ്ദേഹത്തിലൂടെ തന്നെ വെട്ടുക്കിളി പച്ചപ്പഴുത്തുള്ള തിന്നു തീർത്തതും ഈ രഹസ്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നതും ദാനിയേൽ കണ്ട ദർശനം മൂടി വെച്ചതും എല്ലാം പഠിപ്പിക്കുന്നത് ഈ ഒരൊറ്റ വ്യക്തിയിലൂടെ. അപ്പോൾ തന്നെ ഒരു അടയാളം ഉണ്ടാവും, തലയിൽ ആകാശവില്ല് ധരിച്ചു. അതൊക്കെ തുടർന്ന് നമുക്ക് പഠിപ്പിക്കാം. എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞതിനെ നിങ്ങൾ ധ്യാനിക്കുക. ഞാൻ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്, എന്റെ ലിങ്ക് ആവശ്യമുള്ളവർ വേണ്ടി ചോദിക്കുക, അയച്ചു തരാം. പലതവണ കേൾക്കുക. ഇന്ന് പാസ് നമ്മൾ പറയുകയും ചെയ്ത് ഒരു തവണ കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവില്ല. വളരെ അത് എന്തിന് കേൾക്കുന്നു എന്നത് കർത്താവ് പരിശോധിക്കും. പാസ് പറഞ്ഞുകൊണ്ട് പലതവണ കേൾക്കാം. ഇതിനകത്തു നിന്ന് കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പല ഇണവചനങ്ങളും കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആത്മാവിൽ ക്രിസ്തുവുമായി ചേർന്ന് പോകാൻ കഴിയും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരുമെന്ന് കർത്താവ് എഴുതി വെച്ചാൽ അത് കർത്താവിന് മാത്രമേ അറിയാൻ കഴിയൂ.
ആ രഹസ്യം ആർക്കും, ഒരു ബൈബിൾ കോളേജിനും ഒരു പണ്ഡിതനും ഒരു ശാസ്ത്രിമാർക്കും ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിവുള്ളതല്ല. കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവൻ പരിശുദ്ധാത്മാവുമായി ചേരുമ്പോൾ അത് തന്നെയാണ് ഈ യഹോവ. ആ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കും. അവർ മാത്രമേ ഇത് അറിയുകയുള്ളൂ. അവർ നേരെ സഭയിലേക്ക് വരികയും ആ വിശ്വാസ സ്നാനം സ്വീകരിച്ച് അതേ കർത്താവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവർക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ സന്ധ്യാസമയമായിരിക്കുകയും ആ സന്ധ്യാസമയത്ത് നാം അറിയുന്ന വെളിച്ചം നമ്മെ വലിയ വെളിച്ചമാകുന്ന കർത്താവിലേക്ക് നയിക്കുകയുമാണ്. എന്നാൽ അതിലേക്ക് വേണ്ടി ഒരു നക്ഷത്രത്തെയാണ് ആദ്യം കർത്താവ് ഉപയോഗിക്കുന്നത്. ആ നക്ഷത്രം ദൈവത്തിന്റെ ഏഞ്ചലാണ്. ആ ഏഞ്ചൽ വന്ന് വസിക്കുന്നതിന് വേണ്ടി ഒരു ബോഡി കൊടുക്കുന്ന മനുഷ്യ ശരീരം കർത്താവ് തിരഞ്ഞെടുക്കും. ആ ശരീരം നേരെ സഭയിലേക്ക്, ദൈവസഭയിലേക്ക്, യേശു പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സഭയിലല്ല, യേശു പറഞ്ഞതുപോലെ വിശുദ്ധീകരണത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന, അത് കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് അങ്ങനെ സ്നാനപ്പെട്ടിരിക്കുന്നവരും ധാരാളമുണ്ട് സഭകൾ, യേശു നാമ സഭകൾ. അവർക്കിപ്പം പലർക്കും അത് ബോധ്യമാവുന്നു. അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല, തലയിൽ തുണിയിട്ടുകൊണ്ട് അവരിയ്ക്കുന്നു, തലയിൽ തുണിയിടാൻ പാടില്ല, വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സന്ധ്യാസമയത്ത് ഒരു ചെറു വെളിച്ചം വന്നപ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ ഓരോ കാര്യങ്ങളും 2-3 തരത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എടുത്ത് പഠിപ്പിച്ചു തരാനാണ് കർത്താവ് ഒരുവനെ ഉപയോഗിച്ചത്. കാരണമുള്ള കർത്താവെ, അങ്ങ് വില്യം മരിയം ബ്രൻഹാം എന്നൊരു വ്യക്തിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്, കർത്താവെ, അങ്ങ് 1930-കളിൽ ശുശ്രൂഷ തുടങ്ങി. ഇന്ന് കർത്താവെ ഏകദേശം 80 വർഷത്തോളമായിരിക്കും, 90 വർഷമായിരിക്കുന്നു. ഈ സന്ധ്യാസമയത്ത്, ഏറ്റവും ചുരുങ്ങിയ സമയത്ത്, ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന അവസാനത്തോളമായിരിക്കുന്ന ഈ സമയത്ത് കർത്താവെ നമുക്കത് ഗ്രഹിപ്പിച്ചു തരുവാൻ തക്കണം നമ്മുടെ അടുക്കിലേക്ക് സന്ദേശത്തെ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. താലന്ത് ലഭിച്ചിട്ട് അത് കൊണ്ട് കുഴിച്ചിരുന്നവരെ പോരാകാതെ ഇത് നമുക്ക് വിശ്വസിക്കുന്നില്ലെങ്കിൽ ജാഗ്രതയോടെ അന്വേഷിച്ചാൽ കർത്താവ് കൂടുതൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. കരുണയുള്ള കർത്താവെ, ആത്മാവിൽ ദരിദ്രതയോടെ ദാഹത്തോടുകൂടി അന്വേഷിക്കുന്നവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിലേക്ക് ചേർന്ന് വരുവാൻ സഹായിക്കണമേ. ഈ കാലത്ത് നോഹയുടെ കാലം പോലെ എന്ന് പറയുമ്പോൾ, നോഹ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കേൾക്കില്ല. അവന്റെ കുലവും പാണ്ഡിത്യവും വിദ്യാഭ്യാസവും യോഗ്യത നോക്കി തള്ളിക്കളഞ്ഞു. യേശു വന്നപ്പോഴും അങ്ങനെ തന്നെ, യോഹന്നാൻ സ്നാപകൻ വന്നപ്പോഴും അങ്ങനെ തന്നെ. ഇന്ന് ഈ ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും സ്നാനം പോലും പത്രോസ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട, യേശു ക്രിസ്തു പറഞ്ഞത് മതി. എന്നാൽ പത്രോസിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് ബൈബിൾ പറയുന്നു, ആത്മാവ് ഒന്ന്. ആ പരിശുദ്ധാത്മാവ് എന്ന ആത്മാവ് വേറെ എന്നും ദൈവം എന്ന ആത്മാവ് വേറെ എന്ന് പറയുമ്പോൾ അവരുടെ ന്യായവിധിക്കായി എഫേസ്യ ലേഖനം 4:5 പറയുന്നു, ആത്മാവ് ഒന്ന്. ഇതേ യേശു ക്രിസ്തു തന്നെയാണ് പത്രോസോട് സംസാരിച്ചെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജഡീക മനുഷ്യരായിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഇതുവരെ നമ്മെ പഠിപ്പിച്ചതിനായി നന്ദി കർത്താവെ. തുടർന്ന് വളരെ ശക്തമായി ഇണവചനത്തോടുകൂടി കർത്താവ് ഇത് പഠിപ്പിക്കുവാനും അത് ഗ്രഹിപ്പിക്കുവാനും ആത്മാവിന്റെ ഫലം ശേഖരിക്കപ്പെടാൻ വരുമ്പോൾ ആ വിശ്വാസത്തിൽ തന്നെ നിൽപ്പാനും. ഇതിനിടയിൽ ഒരുപാട് പരിശോധനകൾ വരും. എന്റെ ബുദ്ധി തന്നെ എന്നോട് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ അവർ തിരുത്തി പഠിപ്പിക്കും. എങ്കിലും കർത്താവിൽ ആശ്രയിക്കുക, 2 മുട്ടും മടക്കുക, കൈ ഉയർത്തുക, മറ്റാരോടും ചോദിക്കണം. എന്നെ പോലും വിളിക്കണമെന്നില്ല. കാര്യം പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ ആരാലും പഠിപ്പിക്കേണ്ടതില്ല. ഇനി പരിശുദ്ധ പ്രാപിച്ചില്ലെങ്കിൽ പോലും അവൻ ജാഗ്രതയോടുകൂടി അന്വേഷിച്ചാൽ അവൻ കണ്ടെത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധങ്ങൾ ചോദിക്കുക, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.